കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ ടീം എന്നുള്ളത് കണ്ണൂർ ആസ്റ്റർ മിംസിലാണ്. ഈ ആസ്റ്റർ മിംസിൽ വരുമ്പോൾ നമ്മുടെ വടക്കേ മലബാറിൻ്റെ ആധുനിക ചികിത്സാ രംഗത്ത് നമ്മുടെ തലവര മാറ്റിയൊരു പ്രസ്ഥാനമാണ് ആസ്റ്റർ മിംസ്. ഏത് വിദഗ്ധ ചികിത്സയ്ക്കും നമ്മൾ മംഗലാപുരവും കോഴിക്കോടിനെയും കൊച്ചിനെയൊക്കെയാണ് ആശ്രയിച്ചിരുന്നത്. അതിനൊക്കെ മാറ്റം വന്നത് ആസ്റ്റർ മിംസ് വന്നപ്പോഴാണ്. ആസ്റ്റർ മിംസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം മുന്നിൽ വരുന്ന നാമം ആസാദ് മൂപ്പനാണ്. നമ്മുടെ പ്രിയപ്പെട്ട കഥാകൃത്ത് ടി പത്മനാഭൻ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഖലീഫ ഉമറിൻ്റെ പിന്മുറക്കാർ എന്ന പുസ്തകത്തിൽ ആസാദ് മൂപ്പിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് ഡോക്ടർ സൈനുദ്ദീനെക്കുറിച്ചും പറയുന്ന ഒരു കഥയുണ്ട്. കഥയല്ല, ഒരു യാഥാർത്ഥ്യം. ഈ ഡോക്ടർ സൈനുദ്ദീനും ഡോക്ടർ ആസാദ് മൂപ്പനും രണ്ട് തലത്തിൽ നമ്മുടെ ചികിത്സാ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ വ്യക്തികളാണ്. ഡോക്ടർ ആസാദ് മൂപ്പനാണ് ലോകത്ത് തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള ചികിത്സ എല്ലാ തലത്തിലേക്കും എത്തിക്കാനുള്ള ഒരു സങ്കല്പം യാഥാർത്ഥ്യമാക്കിയ മനുഷ്യൻ. ഡോക്ടർ സൈനുദ്ദീൻ പാവപ്പെട്ടവർക്കൊപ്പം, അത് ടി പത്മനാഭൻ്റെ കഥയിൽ അത് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ ഹൃദയം തുടിക്കും. ജോലി ചെയ്തിരുന്ന സ്ഥലത്തെല്ലാം ചികിത്സിക്കാൻ പോകുന്ന വീടുകളിലെ വിശപ്പ് മാറ്റിയ ഒരു ഡോക്ടറെക്കുറിച്ച് അത് പറയുന്നുണ്ട്. ആ സൈനുദ്ദീൻ ഡോക്ടറാണ് ആസാദ് മൂപ്പനെ പഠിക്കാനായി കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്നതും. അങ്ങനെയാണ് ആസാദ് മൂപ്പൻ എന്ന വ്യക്തി രൂപപ്പെടുത്തും. ഈ പ്രസ്ഥാനത്തിൻ്റെ കണ്ണൂർ ആസ്ഥാനത്തിരിക്കുമ്പോൾ ഇന്ന് നേർരേഖ എന്താണ് പറയാൻ വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ചികിത്സാ രംഗത്തുണ്ടായിട്ടുള്ള ഒരു വിപ്ലവം കൂടി പറയുകയാണ്. നമ്മൾ ഇന്ന് കേരളത്തിൽ ഓരോ പഞ്ചായത്തിലും ഡയാലിസിസ് സെൻ്ററുകളുടെ എണ്ണം ഓരോ സ്ഥലത്തും വന്നുകൊണ്ടിരിക്കുക. വൃക്ക രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ വൃക്കരോഗത്തിൻ്റെ അവസാന വാക്ക് എന്ന് പറഞ്ഞാൽ വൃക്ക മാറ്റിവെക്കലാണ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. അതിനുള്ള ഒരു സംവിധാനം ആസ്റ്റർ മിംസിൽ ഒരുങ്ങിയിരിക്കുന്നു. യൂറോളജി, നെഫ്രോളജി വിഭാഗങ്ങളുടെ സംയുക്തമായ ഒരു സംവിധാനമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ്. അതിൻ്റെ വിങ്ങിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നിർവഹിച്ചിരിക്കുകയാണ്. ആ വാർത്ത കണ്ടപ്പോഴാണ് എന്താണ് ഇതിൻ്റെ സംവിധാനം, എന്തൊക്കെ സംവിധാനങ്ങളാണ് ഒരുങ്ങിയിട്ടുള്ളത് എന്ന് അറിയാൻ നേർരേഖ തീരുമാനിച്ചത്. അപ്പോൾ നേർരേഖ ഇതെന്താണെന്ന് അറിയാൻ വന്നപ്പോൾ ഒരാറംഗ ടീമാണ് ഈ വിങ്ങിനെ നയിക്കുന്നത്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന വിങ്ങിനെ നയിക്കുന്നത്. ആ ടീമുമായി കുറച്ച് സമയം നമുക്ക് സംവദിക്കാം. നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവയവത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പ്രേക്ഷകർക്കും ഒപ്പം ഡോക്ടർ ബിജോയ് ആൻ്റണി, ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, അതുപോലെ ഡോക്ടർ സാരംഗ് വിജയൻ, ഡോക്ടർ അക്ബർ സലീം, ഡോക്ടർ പ്രദീപ് കുമാർ, എല്ലാവരും പേര് നോക്കി വായിക്കണം. 5 പേരുള്ളതുകൊണ്ട് 5 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. ഞാൻ നമ്മുടെ ഹെഡ് ഡോക്ടർ ബിജോയ് ആൻ്റണിയിൽ നിന്ന് തുടങ്ങാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമുക്ക് ഈ ചികിത്സയൊക്കെ ഇപ്പോഴാണ് കണ്ണൂരുകാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആധുനിക ചികിത്സകളൊന്നും നമുക്ക് പ്രാപ്യമായിരുന്നില്ല. നമ്മളെപ്പോഴും മംഗലാപുരത്തെയോ കോഴിക്കോടിനോ ഈ ഗതാഗത കുരുക്കിൽ ഓടിയെത്തേണ്ട ഒരു സ്ഥിതി. പക്ഷേ ആസ്റ്റർ മിംസ് വന്നതിന് ശേഷം നമ്മൾ ഒത്തിരി മനുഷ്യരെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോൾ പുതിയ നിങ്ങളുടെ നെഫ്രോളജി, യൂറോളജി ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് നടത്തിയിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ, ഏതൊക്കെ നിലക്കുള്ള സംവിധാനങ്ങളാണ് ഒരുങ്ങിയിട്ടുള്ളത്? നമ്മളിവിടെ ഞാൻ ശരിക്കും കണ്ണൂർ വന്നത് 2004. അന്ന് പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അതിനു മുമ്പ് തന്നെ എല്ലായിടത്തും ട്രാൻസ്പ്ലാന്റും പരിപാടികളും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് അവിടെ കുറേ കാലങ്ങൾ കൊണ്ട് നമുക്കവിടെ ട്രാൻസ്പ്ലാന്റ് അല്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്കവിടെ സജ്ജീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് പരിയാരം മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു. അതിനുശേഷം അന്ന് മുതൽ നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്, അതായത് കിഡ്നി മാറ്റി വെക്കുന്ന കാര്യം. കാരണം പൂർണ്ണമായിട്ടും കിഡ്നികൾ രണ്ടും നഷ്ടപ്പെട്ടു പോയവർക്ക് പൂർണ്ണമായിട്ടും സ്ഥിരമായ കിഡ്നിയുടെ പ്രവർത്തനക്കുറവ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഏറ്റവും നല്ല ചികിത്സാക്രമം കിഡ്നി ട്രാൻസ്പ്ലാന്റ് തന്നെയാണ്. നമുക്ക് ഡയാലിസിസ് ഒക്കെ ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ പകരം ചെയ്യാമെങ്കിലും നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത് കിഡ്നി പ്രവർത്തിക്കാത്തപ്പോൾ അതിൻ്റെ ജോലി പകരം ചെയ്യാനാണല്ലോ. അന്നേരം അതൊക്കെ ചെയ്യാമെങ്കിലും ഒരിക്കലും നമുക്ക് ജന്മനാലുള്ള കിഡ്നിയോളം നന്നായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റിയല്ല, ഏത് മെഷീൻ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാലും. അന്നേരം നമുക്ക് ഏകദേശം നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന നമ്മളുടെ സ്വന്തം കിഡ്നിയോളം അടുപ്പിച്ച് കുറച്ച് കാര്യങ്ങളെ വ്യത്യാസം വരുള്ളൂ. നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളും പകരം ചെയ്ത് കിട്ടണമെങ്കിൽ
വേറെ കിഡ്നി വേണം. ഇപ്പോൾ കണ്ണൂർ വേറെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ഇത് ആസ്റ്ററിലല്ലേ വരുന്നത്? വടക്കേ മലബാർ അല്ലേ? നമുക്ക് തിരിച്ചു വരാം. ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, എൻ്റെ ഒരു ചോദ്യം, ഈ കിഡ്നി എന്ന് പറയുന്നത് നെഫ്രോളജിയാണ്. യൂറോളജിക്ക് ഇതിനകത്ത് എന്താണ് റോള്? കാരണം ഇതിൻ്റെ ഈ ഈ വാർത്തയിൽ തന്നെ കണ്ടു, നെഫ്രോളജി, യൂറോളജി, കിഡ്നി ട്രാൻസ്പ്ലാന്റ്. എന്താണ് നെഫ്രോളജിയുടെ റോൾ? ഈ ചോദ്യത്തിലുള്ള ഒരു അപാകത ഞാൻ പറയാം. യെസ്, പറഞ്ഞോളൂ. കിഡ്നിയുടെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ ഡോക്ടർ നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നതിൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരാണ്. നിങ്ങളെല്ലാം മെഡിക്കൽ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. ഒരു സാധാരണ മനുഷ്യൻ ഒരു കിഡ്നിക്ക് പ്രശ്നം വന്നാൽ അവർ കാണാൻ പോകുന്നത് ആരെയാണ്? നെഫ്രോളജിസ്റ്റിനെയാണ്. ഇപ്പോൾ യൂറോളജി എന്ന് പറഞ്ഞാൽ യൂറിനറി അല്ലെങ്കിൽ ആ വിഷയങ്ങളുമായിട്ട് ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഒരു സാധാരണക്കാരൻ ആരെ കാണാൻ പോവുക? യൂറോളജിസ്റ്റിനെ കാണാൻ പോവുക. അപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എപ്പോഴും ആലോചിക്കും, ഇതെന്താണ് ഈ നെഫ്രോളജി ഇതിനകത്ത് വന്നിരിക്കുന്നത്, അല്ല യൂറോളജി വന്നിരിക്കുന്നത്? ഒരു സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിന്ന് സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരനെ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് റോൾ? ന്യായമായ ചോദ്യം തന്നെയാണ്, ഞാൻ അംഗീകരിക്കുകയാണ്. പലപ്പോഴും അല്ല, ആള് സാധാരണക്കാരന് വേണ്ടിയിട്ടാണല്ലോ ഇത്. മെഡിക്കൽ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ ഈ ചോദ്യം ചോദിക്കുകയില്ല. മെഡിക്കൽ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ ഇത് ചോദിക്കില്ല. സാധാരണ മനുഷ്യർക്ക് ഇതിൽ ലളിതമായിട്ട് പറഞ്ഞാൽ കിഡ്നിയുടെ മെഡിക്കൽ ഡോക്ടറാണ് നെഫ്രോളജിസ്റ്റ്, കിഡ്നിയുടെ സർജിക്കൽ ഡോക്ടറാണ് യൂറോളജിസ്റ്റ്. എന്ന് പറഞ്ഞാൽ അതാണ് അറിയേണ്ടത്. ഈ സാധനം എടുത്തു കൊടുക്കേണ്ട ആള് നിങ്ങളാണോ? വളരെ പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. കിഡ്നിയുടെ വരുന്ന മറ്റ് അസുഖങ്ങളായ ട്യൂമറുകൾ, കല്ലുകൾ, ബ്ലോക്കുകൾ, തടസ്സപ്പെടുത്തുന്ന പഴുപ്പുകൾ മുതലായവ കിഡ്നിയുടെ സർജിക്കൽ ഡോക്ടറായ യൂറോളജിസ്റ്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ കിഡ്നിയിലെ പലപ്പോഴും ഇത് ചോദിക്കാറുണ്ട്, നിങ്ങൾ പറഞ്ഞ അതേ ചോദ്യം തന്നെ പലപ്പോഴും ഞങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. കിഡ്നിയിൽ ഒരു ട്യൂമറുമായി ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നെഫ്രോളജിസ്റ്റിന്റെ അടുത്ത് പോകട്ടെ. അങ്ങനെയല്ല. കിഡ്നിയുടെ പ്രവർത്തനം, ഇതാണ് പ്രശ്നം. ഇതിപ്പോ സാധാരണ ആൾക്ക് അറിയാത്തൊരു കാര്യമാണ്. കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന പല വിഷമങ്ങളും, മെഡിക്കലായിട്ടുള്ള അസുഖങ്ങളും കൈകാര്യം ചെയ്യേണ്ടതും അത് ചികിത്സിക്കേണ്ടതും നെഫ്രോളജിസ്റ്റ് ആണ് എന്നുള്ള കാര്യം അറിയുന്നതോടൊപ്പം തന്നെ ഇതിൽ വരുന്ന സർജിക്കൽ അസുഖങ്ങൾ കിഡ്നിയുടെ സർജിക്കൽ ഡോക്ടറായ യൂറോളജിസ്റ്റാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എത്തുമ്പോൾ അത് ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമല്ല, അതൊരു ടീം വർക്കാണ്. ഈ ടീം വർക്കിൻ്റെ നായകസ്ഥാനം നെഫ്രോളജിസ്റ്റിനാണ് എന്ന് ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുകയാണ്. അതിന്റെ സർജിക്കൽ വർക്കായ ഒരു ദാതാവിൽ നിന്നും വൃക്ക എടുത്തുകൊണ്ട് ഒരു സ്വീകർത്താവിൽ നിക്ഷേപിച്ച് സർജിക്കലായി പിടിപ്പിക്കുന്ന ചുമതല യൂറോളജിസ്റ്റിനാണ്. നിർണായകമായൊരു പങ്ക് യൂറോളജിസ്റ്റിനുണ്ട്, ഉറപ്പായിട്ടും. അതാണ് അത് കാര്യം മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഡോക്ടർ സാരൻ വിജയൻ, നമുക്ക് ഈ സാധാരണ മനുഷ്യരിലേക്ക് ഇപ്പം കേരളത്തിലുടനീളം മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വൃക്ക സംബന്ധമായ രോഗം. ഡയാലിസിസ് സെന്ററുകൾ എല്ലായിടത്തും ബുക്കിംഗ് ആണ്, ക്യൂ ആണ്. എന്തുകൊണ്ടാണെന്നാണ് താങ്കളുടെ ഒരു നിരീക്ഷണം? നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വൃക്ക രോഗികൾ നമ്മൾ ഏത് ഡയാലിസിസ് സെന്ററിൽ എടുത്ത് നോക്കിയാലും ഒരു 80-90% ആളുകൾക്കും വൃക്കക്ക് തകരാറ് വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ. നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഈ ഭക്ഷണ രീതികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ കൊണ്ട് പിന്നെ കുറച്ച് ജനിതകമായിട്ടുള്ള വ്യത്യാസങ്ങളും കൊണ്ട് ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും പൊതുവെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കൂടുതലാണ്. അപ്പം കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഇവ രണ്ടുമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും കൂടുതൽ ഡയാലിസിസ് സെന്ററുകൾ വരുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഭക്ഷണ രീതികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ തന്നെയാണ്. അതോടൊപ്പം മറ്റ് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളൊരു ട്രോപ്പിക്കൽ ക്ലൈമറ്റിലാണ് ജീവിക്കുന്നത്, അതായത് ചൂട് കൂടുതലുള്ള ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് സ്ട്രോക്കും അല്ലെങ്കിൽ ഡീഹൈഡ്രേഷനൊക്കെ കാരണമുള്ള കുറേ ബുദ്ധിമുട്ടുകൾ, മൂത്രത്തിലുണ്ടാകുന്ന കല്ലുകൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതോടൊപ്പം വരുന്നുണ്ട്. കാരണം ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ വൃക്കക്ക് തകരാറുണ്ടാക്കുന്ന അസുഖങ്ങൾ. അതോടൊപ്പം കുറച്ച് ജനിതകമായിട്ടുള്ള അസുഖങ്ങളും കുറച്ച് റെയറായിട്ട് വരുമ്പോൾ ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി കിഡ്നിയുടെ കിഡ്നി ഒരു ഫിൽറ്ററാണല്ലോ, ആ ഫിൽറ്ററൊക്കെ ഉണ്ടാകുന്ന ഡാമേജ് കൊണ്ടുവരുന്ന അസുഖങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിൽ ബഹുഭൂരിപക്ഷം രോഗികൾക്കും നമുക്ക് ഡയാലിസിസിൽ ഒരു ഡയാലിസിസ് സെന്ററിൽ പോയാൽ രണ്ടിനടുത്ത് നോക്കിയാൽ ബഹുഭൂരിപക്ഷം രോഗികൾക്കും കിഡ്നി തകരാറുണ്ടായിട്ടുണ്ടാവും. പ്രധാനമായിട്ടും ഡയബറ്റീസ്, അതോടൊപ്പം ഹൈപ്പർ ടെൻഷനും ഉണ്ടാകും. അതാണ് പ്രധാനമായിട്ടും വരുന്നത്. ഭക്ഷണം ഒരു പ്രധാന ഘടകമാണ്, പിന്നെ മാനസിക വ്യവഹാരങ്ങളും ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്, അല്ലേ താങ്കൾ കാണുന്നത്? ഡോക്ടർ അക്ബർ സലീം, ഈ യൂറോളജിസ്റ്റിൻ്റെ അടുക്കെ
സാധാരണ ആളുകൾ വരുന്നത്. ഇപ്പം നമ്മൾക്ക് ഇവിടെയൊന്നും ഈ സെക്സോളജിസ്റ്റിന് സേവനം കിട്ടുന്നില്ല. അപ്പോൾ പലപ്പോഴും ആളുകൾ ഈ സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതലും യൂറോളജിസ്റ്റുകളെ സമീപിക്കുന്നു എന്ന് രഹസ്യമായി പലരും പറയാറുണ്ട്. യാഥാർത്ഥ്യമായിട്ട് ബന്ധമുണ്ടോ അതിന്? അതായത് യൂറോളജി എന്നുള്ളത് ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നെഫ്രോളജിയുടെ ഒരു ട്വിൻ സബ്ജക്റ്റ് പോലെ തന്നെയാണ്. അവരുടെ സർജിക്കൽ വിഭാഗങ്ങളൊക്കെ നമ്മൾ തന്നെ സാറ് പറഞ്ഞ പോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള സർജറീസ്, മൂത്ര സംബന്ധമായിട്ടുള്ള സർജറീസ്, അതൊക്കെ യൂറോളജിസ്റ്റ് തന്നെയാണ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു പാട്ടും കൂടിയാണ് ഈ സെക്സോളജി അല്ലെങ്കിൽ നമ്മൾ ആൻഡ്രോളജി എന്ന് പറയുന്നത്. അതായത് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കൂടുതലും ആദ്യം വരുന്നത് നമ്മുടെ അടുത്ത് തന്നെയാണ്. അതാണ് കാരണം ഇപ്പം വളരെ സ്വകാര്യമായിട്ട് ആൾ ചോദിക്കുക ഇവിടെ യൂറോളജിസ്റ്റ് കാര്യം എന്താണ്, ഇതാണ് എന്നാണ് പറയുക. അതെ. അപ്പം നമ്മൾ അതിൻ്റെ ഇനീഷ്യൽ ഇവാലുവേഷൻ നടത്തും. എന്തെങ്കിലും ഹോർമോണൽ ആയിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടോ ഇപ്പോൾ ലൈംഗികമായിട്ടുള്ള ഈ പ്രശ്നം സ്റ്റാർട്ടാകുന്നതിന്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എൻഡോക്രിനോളജിയുടെ സഹായം മേടിക്കും. അല്ല അതല്ല നമ്മുടെ തന്നെ ട്രീറ്റ്മെൻറ്റിൽ ശരിയാക്കാവുന്നതാണെങ്കിൽ നമ്മൾ അതിൻ്റെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി അതല്ല സർജറി ചെയ്യണമെങ്കിൽ ആൻഡ്രോളജി അല്ലെങ്കിൽ സെക്സോളജിക്ക് ആവശ്യമായിട്ടുള്ള സർജറീസും നമ്മൾ തന്നെയാണ് ചെയ്യാറ്, ഏറ്റവും കൂടുതൽ ചെയ്യാറ്. അതെ. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. ആളുകൾ ഇന്ന് ശരാശരി മലയാളി ശരിക്കും സെക്സോളജിസ്റ്റിന്റെ അടുത്താണോ അവർ പോകേണ്ടത്? സെക്സോളജി എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ല. അതെന്ന് പറയുന്നു കൊച്ചിയിലൊക്കെ അങ്ങനെ ഒരു അത് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോളജിസ്റ്റ് ആണ് സെക്സോളജിസ്റ്റും ആൻഡ്രോളജിയാണ് ശരിക്കുള്ള അതിൻ്റെ ടേം. സെക്സോളജി എന്ന് പറഞ്ഞൊരു ടേം ശരിക്കില്ല. ആൻഡ്രോളജിയാണ് അതിൻ്റെ ശരിക്കും സയന്റിഫിക് ആയിട്ടുള്ള ടേം. യൂറോളജിസ്റ്റ് തന്നെയാണ് ആൻഡ്രോളജിസ്റ്റ്. ഒരു ചോദ്യം ഡോക്ടർ പ്രദീപ് കുമാറിനോട്. ഈ നെഫ്രോളജിയിൽ ഇപ്പോൾ പറഞ്ഞല്ലോ കിഡ്നിയുടെ പ്രധാനപ്പെട്ട സർജറി എല്ലാം വരികയാണെങ്കിൽ യൂറോളജിസ്റ്റ് കൈകാര്യം ചെയ്യുന്നു. അപ്പം നെഫ്രോളജിസ്റ്റിന്റെ ശരിക്കുള്ള ഡ്യൂട്ടി എന്തൊക്കെയാണ് വരിക? നെഫ്രോളജിസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി വൃക്കരോഗങ്ങൾ കണ്ടുപിടിക്കുക, നേരത്തെ കണ്ടുപിടിക്കുക. നേരത്തെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഗുണം നമുക്ക് അതിൻ്റെ പ്രോഗ്രഷനെ തടയാൻ പറ്റും. ഈ ഡയാലിസിസ് ട്രാൻസ്പ്ലാന്റ് ഒക്കെ വരുന്നത് കിഡ്നി രോഗം കാലക്രമേണ മൂർച്ഛിച്ച് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നൊരു സ്റ്റേജിൽ വരുമ്പോഴാണ് ഡയാലിസിസോ ട്രാൻസ്പ്ലാന്റോ വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഈ കിഡ്നി രോഗം വരാൻ റിസ്ക് ഉള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട ടെസ്റ്റുകൾ ചെയ്യുക. ചെറിയ രീതിയിൽ കിഡ്നി ഫങ്ഷൻ ഇമ്പയർമെൻറ്റ് കാണുകയാണെങ്കിൽ അതിപ്പോൾ കൂടാതിരിക്കാനുള്ള ചികിത്സകളും ഉപദേശങ്ങളും കൊടുക്കുക എന്നുള്ളത്. കിഡ്നിയെ മൊത്തത്തിൽ നിരീക്ഷിച്ച് അതിന്റെ ആരോഗ്യം നിലനിർത്തുന്ന പ്രവൃത്തിയാണ് പ്രധാനമായിട്ടും ഒരു നെഫ്രോളജിസ്റ്റ് ചെയ്യുക, അല്ലേ? ഡോക്ടർ ബിജോയ്, എൻ്റെ ചോദ്യം ഇതാണ്. നമ്മൾ കേൾക്കുന്ന ഇതൊരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്ന, ശരീരത്തിന് ആവശ്യമുള്ള നല്ലതിനെ സ്വീകരിക്കുന്ന ഒരു യന്ത്ര സംവിധാനം എന്ന് മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു യന്ത്ര സംവിധാനം എന്ന നിലക്കാണ് കാണുന്നത്. ആ പണി മാത്രമാണോ കിഡ്നി എടുക്കുന്നത്? കിഡ്നിയുടെ പണി എന്താണ്? കിഡ്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന വളരെയധികം വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഈ വേസ്റ്റിനെ മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് കിഡ്നിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി, അതായത് എക്സ്ക്രീറ്ററി ഫങ്ഷൻ. ഇത് കൂടാതെ അതിന് വളരെ പ്രധാനപ്പെട്ട വേറെ പല ജോലികളും ഉണ്ട്. അതിലൊന്നാണ് വെള്ളത്തിൻ്റെ അളവ്, ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക. നമ്മളിപ്പോൾ ഒരുപാട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മൂത്രം വരും. അതേസമയം വെള്ളം കുറച്ച് കുടിക്കുകയാണെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് അതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അത് കുറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടുകയും ചെയ്യും, കുറയുകയും ചെയ്യും. അതില്ലാതെ വരുന്നത് കിഡ്നിയുടെ പ്രവർത്തനം. പിന്നെ ഉള്ളത് നമ്മുടെ ശരീരത്തിൽ പല ലവണങ്ങളുണ്ട്, ഈ സോഡിയം, പൊട്ടാസ്യം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ ഇടിപ്പിനെ തെറ്റിക്കാം, അങ്ങനെ ഉള്ള കുഴപ്പങ്ങളുണ്ടാകാം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതും കിഡ്നി തന്നെയാണ് നിയന്ത്രിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ പൊട്ടാസ്യം കൂടുതലുള്ള ഒരു സാധനമുണ്ട്, ഈ ഫ്രൂട്ട്സിനകത്തൊക്കെ ഒരുപാടുണ്ട്. നോർമൽ ഒരാൾ എത്ര ഫ്രൂട്ട്സ് കഴിച്ചാലും പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുകയില്ല. അതേസമയം കിഡ്നിക്ക് പ്രവർത്തനക്കുറവുള്ള ഒരാൾ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയല്ലേ, കിഡ്നി പേഷ്യൻസ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നവരൊക്കെ ഫ്രൂട്ട്സും ഫ്രൂട്ട് ജ്യൂസും ഒന്നും കഴിക്കരുതെന്ന്. അതുകൊണ്ട് പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരെണ്ണം കൊണ്ടുണ്ട്, ആസിഡ് ബേസ് ബാലൻസ്. അതായത് നമ്മുടെ ശരീരത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. ഇതിനെ പുറത്തേക്ക് കളയുന്നതും അതിൻ്റെ ലെവലും കൃത്യമായിട്ട് നിർത്തുന്നത്. നമ്മുടെ ശരീരത്തിലെ ആ pH ഒരു കൃത്യം pH നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ശരീരത്തിലെ എല്ലാ എൻസൈംസിൻ്റെ ഒക്കെ ആക്ടിവിറ്റി കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയല്ല. അത് ഒരുപാട് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ആസിഡിൻ്റെ അളവ് അത് നിയന്ത്രിക്കുന്നതും കിഡ്നിയാണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ പ്രഷർ കൺട്രോൾ ചെയ്യുക, പിന്നെ രക്തം ഉണ്ടാകാനായിട്ട് സഹായിക്കുക. നമ്മുടെ മജ്ജയിൽ നിന്നുണ്ടാകുന്നത് അതാണ് എരിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഈ കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതാണ്. അത് മജ്ജയിൽ നിന്ന് ഹീമോഗ്ലോബിൻ ഉണ്ടാകാൻ വേണ്ടി സഹായിക്കുന്നതാണ്.
ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. പ്രധാന റോളുകൾ. അപ്പോൾ നമുക്ക് ഡോക്ടർ സത്യേന്ദ്രനോട് ചോദിക്കുക, ഈ കിഡ്നിയിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ അടുക്ക വരുന്ന ഒരു യൂറോളജി കൺസൾട്ടേഷൻ വരുന്ന ഒരാൾക്ക് ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചില സൈൻ കിട്ടും ഏതെങ്കിലും നിലത്തിൽ? എന്തൊക്കെ സാധ്യതകളാണ്? കിഡ്നിയുടെ പ്രവർത്തനത്തിന്റെ ഫെയിലിയറുകൾ എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. അത് പലതരത്തിലും വരാം. സാധാരണ നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തുന്നത് ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞ് വളരെ സമയം കൊണ്ട് ശരീരം ക്ഷയിച്ചു വരിക, പ്രവർത്തനങ്ങൾ മോശമാവുക, ശരീരത്തിൽ തൊലിയിൽ വ്യത്യാസം വരിക, നീര് വരിക, പ്രഷർ ക്രമാതീതമായി കൂടുക, അങ്ങനെയുള്ള ചിലപ്പോൾ അത് വളരെ മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ബോധത്തിനെ ബാധിക്കുക, ഇത്തരത്തിലുള്ളതാണ്. ഞങ്ങൾക്ക് യൂറോളജിസ്റ്റിന് വരുന്ന കിഡ്നി ഫെയിലിയർ മിക്കവാറും എന്തെങ്കിലും തടസ്സമൊക്കെ ബാധിച്ചു വരുന്നതാണ്. ഉദാഹരണത്തിന് കിഡ്നിയിൽ നിന്നുള്ള ട്യൂബുകളിൽ രണ്ട് ഭാഗത്തും ഒരേ സമയം കല്ലിറങ്ങി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കിഡ്നി ഫെയിലിയറിലേക്ക് നീങ്ങും. അല്ലാതെ ആ ഒരു പേഷ്യന്റിന് അതെങ്ങനെയാണ്, അതിന്റെ സിംറ്റം എന്താണ് കാണിക്കുക, അവൻ എന്തെല്ലാം ലക്ഷണങ്ങളാണ്? അങ്ങനെ അക്യൂട്ടായിട്ട് വരുന്ന ബ്ലോക്കുകളിൽ മൂത്രത്തിന്റെ അളവ് ഇല്ലാണ്ടായി മാറും. യൂറിൻ പാസ് ചെയ്യൂല. അത് എപ്പോഴൊക്കെയാണ് വരികയെന്ന് വെച്ചാൽ സാധാരണ കല്ല് ഒരു ഭാഗത്തുണ്ടായ വേദന വരിക മാത്രമേ ഉള്ളൂ. കിഡ്നിയുടെ പ്രവർത്തനം ഏകദേശം നോർമലായിട്ട് തന്നെ നിലനിൽക്കും. കാരണം ഒരു കിഡ്നിയുടെ പ്രവർത്തനം കൊണ്ട് തന്നെ ശരീരത്തിലെ കിഡ്നിയുടെ പ്രവർത്തനം ഹെൽത്തി ആണെങ്കിൽ നിലനിൽക്കും. അതുകൊണ്ട് ഒന്ന് ബ്ലോക്ക് ആയാലും കിഡ്നിയെ ബാധിക്കാറില്ല. അതേസമയം രണ്ട് ഭാഗത്തും ഒരുപോലെ കല്ല് ഇറങ്ങി വരികയാണെങ്കിൽ മൂത്രമില്ലാത്ത പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷനായി മാറാറുണ്ട്. അത് പലപ്പോഴും ഉടനെ ഇടപെട്ടില്ലെങ്കിൽ ജീവന്റെ അതിന് ഇടപെടൽ എങ്ങനെയാണ്? അത് ഇടപെടൽ എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ ബ്ലോക്ക് ഉടനെ നീക്കുക സർജിക്കലായിട്ട്. അത് എൻഡോസ്കോപ്പി ചെയ്ത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് കല്ല് പൂർണ്ണമായി പൊട്ടിക്കാൻ പറ്റുന്നൊരവസ്ഥയാണെങ്കിൽ അത് പൊട്ടിച്ച് മാറ്റി ക്ലിയർ ആക്കുകയോ, ഇനി അത് പറ്റാത്ത അത്രയും അവശതയാണെങ്കിൽ താൽക്കാലികമായി സ്റ്റെന്റ് എന്ന് പറയുന്ന ഒരു ട്യൂബ് അവിടെ ഒരു സ്റ്റെന്റ് മാത്രമല്ല അല്ല താൽക്കാലികമായ സ്റ്റെന്റ് നമ്മൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഒരുപക്ഷെ ഹാർട്ട് ഡോക്ടർമാർ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എണ്ണം ചിലപ്പോൾ ഹാർട്ടിന് മാത്രമേ സ്റ്റെന്റ് ആലോചിക്കുന്നുള്ളൂ. അതെ, ബാക്കി എല്ലാത്തിനും കിഡ്നിയുടെ രണ്ട് ഭാഗത്തും ഒരു സ്റ്റെന്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണ രൂപത്തിൽ കിഡ്നിക്ക് ഡാമേജ് മുമ്പ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ പൂർണ്ണമായി സൗഖ്യത്തിലേക്ക് വരും, നോർമൽ കിഡ്നി ഫംഗ്ഷൻ ആവും. അതിനുശേഷം സൗകര്യമായിട്ട് നമുക്ക് രണ്ടാമതൊരു സ്റ്റേജിൽ ഈ തടസ്സം ഉണ്ടാക്കിയ കല്ലിനെയൊക്കെ ക്ലിയർ ആക്കി മാറ്റാൻ പറ്റും. അതേപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ അസുഖത്തിനെ പറ്റി നിങ്ങൾക്കറിയാം. അത് ബ്ലോക്കായിട്ടും നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഒരു 10% പേർക്ക് പ്രോസ്റ്റേറ്റ് ഉള്ളവർക്ക് അത് കിഡ്നി ഫെയിലിയറിലേക്ക് നീങ്ങാറുണ്ട്. അത് ഇത്ര അക്യൂട്ടായി മാറാറില്ല. പലപ്പോഴും കുറച്ച് സമയം കൊണ്ട് കിഡ്നിയുടെ ക്രിയാറ്റിനിൻ കൂടി വരികയാണ് പതിവ്. അത് നമ്മൾ ട്യൂബ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മെച്ചപ്പെടും. മെച്ചപ്പെട്ടതിന് ശേഷം ഇതിന് കാരണമായ തടസ്സത്തിന് ഓപ്പറേഷൻ വഴി നീക്കി ശരിയാക്കും. അങ്ങനെയാണ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. നമുക്കൊന്ന് സാരംഗിനോടൊന്ന് ചോദിക്കാം. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ, ഈ ശരീരത്തിലേക്ക് വരുന്ന സാധനങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, വെള്ളം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അത്രയധികം മലിനമായ സാധനങ്ങളാണ് നമ്മുടെ അദ്ദേഹത്തിലേക്ക് പോകുന്നത്, ഭക്ഷണ പദാർത്ഥങ്ങൾ. അതിൽ നമുക്ക് എന്താണെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും? അതായത് നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിസം എന്ന് പറയും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം എനർജി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ അതിനൊരു മെറ്റബോളിസം നടക്കണം. ആ മെറ്റബോളിസത്തിൽ വരുന്ന ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്ട്സ് ആണ് നമ്മുടെ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആണെങ്കിൽ അതിന് പ്രധാനമായിട്ടും ആ ഈ വരുന്ന ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്ട്സ് റിമൂവ് ചെയ്യുന്നത് പ്രധാനമായിട്ടും കിഡ്നിയും ലിവറുമാണ്. അല്ല, ഈ നിലവിലുണ്ടായ ഭക്ഷണം ഇപ്പം പഴയതിനേക്കാൾ കൂടുതൽ ഡയാലിസിസ് വേണ്ടി വരുന്നത് നമ്മുടെ ഇന്നത്തെ ഭക്ഷണ രീതികളുടെ ഒരു പ്രശ്നം പറഞ്ഞല്ലോ. അപ്പൊ ആ ഭക്ഷണങ്ങൾ ഏതൊക്കെയായിരിക്കും നമ്മൾ ഇത്ര അപകടത്തിലേക്ക് എത്തിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ? ശരിക്കും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കിഡ്നിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ഒന്ന് ഏറ്റവും പ്രധാന ഡീഹൈഡ്രേഷൻ, വെള്ളത്തിന്റെ അളവ്. നമ്മൾ സാധാരണ ഗതിയിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഉഷ്ണ രാജ്യങ്ങളിൽ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ ഡീഹൈഡ്രേഷൻ കാരണം പ്രധാനമായിട്ടും കിഡ്നിക്ക് ഡാമേജ് ചെയ്യും. രണ്ടാമത് നമുക്ക് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. വളരെ ഇപ്പം പ്രത്യേകിച്ച് നമുക്കിപ്പോൾ പലപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ് ജിമ്മിൽ ഇപ്പം എല്ലാവരും വ്യായാമത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുമ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഒരു ഡയറ്റോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോട്ടീൻ കണ്ടന്റ് കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ചിലർ പെട്ടെന്ന് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് പ്രോട്ടീൻ, ആർട്ടിഫിഷ്യൽ പ്രോട്ടീൻസ്, പ്രോട്ടീൻ, ക്രിയാറ്റിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ പോലും കുറച്ച് ക്രിയാറ്റിനൊക്കെ കൂടി കിഡ്നിയുടെ പ്രവർത്തനം കുറവൊക്കെ ആയിട്ട് വരുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അത് സയന്റിഫിക് അല്ലാത്ത രീതിയിൽ കഴിക്കുന്നവർക്ക് മാത്രമാണ്. അല്ലാണ്ട് പോകുന്ന ആരും ഒരു പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്. സയന്റിഫിക് അല്ലാത്ത രീതിയിൽ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ അങ്ങനെ വരാം. പിന്നെ ഷുഗർ, BP പോലുള്ള അസുഖങ്ങൾ വരുന്നത് മറ്റൊരു വശം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡും പിന്നെ അധികം കൂടുതലായിട്ടുള്ള ഈ എണ്ണ, എന്താ പറയുക, പ്രധാനമായിട്ടും ഫാസ്റ്റ് ഫുഡും അതുപോലെ തന്നെയുള്ള മറ്റു ഭക്ഷണങ്ങളും നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോഴാണ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ പോലുള്ള. പിന്നെ നമ്മുടെ ജീവിതശൈലിയിൽ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അതായത് നമ്മൾ
വ്യായാമം കുറവുള്ള ആളുകൾ, എപ്പോഴും ജോലി ചെയ്യുന്നവരും, ഈവൻ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് വ്യായാമം ചെയ്യാൻ സമയം കിട്ടാറില്ല, ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്. ഈ IT ഫീൽഡിലൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു കൃത്യമായ വ്യായാമം ചെയ്യാത്തവർക്കും ഇതുപോലെ വരാം. ഇതൊക്കെ പിന്നെ ഒബ്വിയസ്ലി അഡിക്ഷൻസ്, നമുക്ക് സ്മോക്കിംഗ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്, ആൽക്കഹോളിസം, പിന്നെ ഇപ്പം നമ്മളിപ്പം എപ്പോഴും കേട്ട് വരുന്ന മറ്റ് അതിനുള്ള സബ്സ്റ്റൻസ് അബ്യൂസുകളും എല്ലാം ഈ കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കാം അല്ലേ? ഡോക്ടർ അക്ബർ, ഇദ്ദേഹം പറഞ്ഞെടുത്ത് തുടങ്ങാം. നമുക്കിപ്പോൾ ഈ ജിമ്മിലൊക്കെ എല്ലാ ചെറുപ്പക്കാരും പോവാണ്. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി വാർത്തകൾ, 20 വയസ്സുള്ള ചെറുപ്പക്കാരനൊക്കെ ജിമ്മിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണുമരിക്കുന്നു. നടക്കുന്നവൻ, ബാഡ്മിൻ്റൺ കളിക്കുന്നവൻ എല്ലാം സഡൻ ഡെത്താണ്. അപ്പോൾ ഈ നമുക്കതൊരു ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ ഈ സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും? താങ്കളുടെ ഒരു നിരീക്ഷണം. ഈ വാർത്തകൾ കാണുന്ന പെട്ടെന്ന് 20-25 വയസ്സുള്ള ആൾക്കാർ കുഴഞ്ഞു വീഴുന്നു മരിക്കുന്നത്, അത് കൂടുതൽ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഡിസീസോ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനോ അൺഡിറ്റക്റ്റഡ് ആയിട്ട്, അതായത് ഇതുവരെ കണ്ടുപിടിക്കാതെ പോയിട്ട് സംഭവിക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതായത് ഈ മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പോൾ പേഷ്യന്റ് കാർഡിയോമയോപ്പതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാർട്ട് ഇഷ്യൂസ് ഉണ്ടാവും. അത് അണ്ടർലൈൻ ആണ്, ആരും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇതുവരെ അത് കൂടിയിട്ടുണ്ട്. ഈ ആഫ്റ്റർ കോവിഡ് അത് എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ശരിയാണോ? ശരിയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ പറയാമെങ്കിലും അതിനൊരു വാലിഡ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് സ്റ്റഡി നടന്നിട്ടില്ല. അതിനൊരു പ്രൂഫായിട്ട് നമുക്കൊന്നും പറയാനില്ല. നമ്മൾ കേൾക്കുന്നത് കൂടുതൽ ഇപ്പോഴാണ്, അതിനു മുന്നേ കേൾക്കാത്തതാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ കൂടുതലാണ്, ശരിയാണ്. പക്ഷെ അതിലൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസ് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത് ഈ ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ ഇത്തരം സിറ്റുവേഷൻസ് വരാതിരിക്കാൻ, ഇപ്പം ആളുകൾ ജിമ്മിൽ പോകുമ്പോൾ അവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമില്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പല സ്ഥലത്തും ഈ കസരത്ത് കഴിഞ്ഞ് വരുന്നവൻ ട്രെയിനറാകുന്നു, ചെയ്യുന്നു. കാരണം ഒരു ഡോക്ടർ സർവീസും നമുക്ക് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്താ പറയാൻ കഴിയുക? അതായത് ഒരു സയന്റിഫിക് രീതിയിലായിരിക്കണം ഏത് ട്രെയിനിങ് ആയാലും ഡയറ്റ് ആയാലും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ കുറേ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ട്രെയിനേഴ്സിന് കുറേ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം അവരുടെ അഡ്വൈസ് ഫോളോ ചെയ്യാൻ. അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് അത്രയും സർട്ടിഫൈഡ് ആയിട്ടുള്ള ന്യൂട്രീഷനിസ്റ്റിൻ്റെ അഡ്വൈസ് ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്ന് ഇത് ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൂട്ടീനായിട്ട് ഹെൽത്ത് ചെക്കപ്സ് നടത്തുക. ഇപ്പോൾ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ പാരൻസിനെ നമ്മൾ റൂട്ടീനായിട്ട് ചെക്കപ്സ് നടത്തും, പക്ഷെ നമ്മളുടെ ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ യങ്ങിലും യൂത്തിലും കുറേ ഇഷ്യൂസ് കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ ഒരു കറക്റ്റ് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പം നിങ്ങൾ പെട്ടെന്നൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് വളരെ മോർബിഡ്ലി ഒബീസ് ആയിട്ടില്ല, അതായത് അമിതവണ്ണമുള്ള ഒരാൾ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ലൈഫ് സ്റ്റൈൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ കുറേ അഡിക്ഷൻസ് ഉള്ള ആളായിരുന്നു, പെട്ടെന്ന് അഡിക്ഷൻ ഉള്ള ആളാണെങ്കിൽ ഹെൽത്ത് ചെക്കപ്സ് നടത്തുക ആനുവലി എങ്കിലും. ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിരിക്കണം ഒരു മനുഷ്യൻ. തിരിച്ചു വരാം. ഡോക്ടർ പ്രദീപ് കുമാർ, ഈ കിഡ്നി ഒരു തകരാറ്, കിഡ്നിക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെന്ന് ഒരു മനുഷ്യന്, എൻ്റെ കിഡ്നി ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നാൻ പറ്റുന്ന ലക്ഷണങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക എന്താണ്? കിഡ്നി എന്തെങ്കിലും ചെറിയ പണിയൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്ന എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെയാണ്? ചെറിയ പണികൾ വരുമ്പോൾ പൊതുവെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല. ലക്ഷണങ്ങൾ വരുന്നത് കിഡ്നി അസുഖം വരുന്ന സമയത്താണ് പൊതുവെ ഉണ്ടാവുക. എന്നാലും ചില കണ്ടീഷൻസ് നമുക്ക് കിഡ്നിക്ക് അസുഖം ഉണ്ടോ എന്ന് സംശയിക്കാനും അതിന് ടെസ്റ്റുകൾ ചെയ്യാനും സഹായിക്കുന്ന കുറച്ച് കാര്യം. ഉദാഹരണത്തിന് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, അമിതവണ്ണം, ഈ പാരമ്പര്യമായി വൃക്കരോഗങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ വരുന്നതാണ്. വലിയ വാദസംബന്ധമായ ഹൃദ്രോഗം. ഡോക്ടർ ബിജോയ് ആൻ്റണി, താങ്കളിൽ നിന്ന് തുടങ്ങാം. താങ്കളൊക്കെ സർവീസിൽ കയറുമ്പോൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് എവിടെയാണ് വരുന്നത്? മെഡിസിൻ കഴിഞ്ഞിട്ട് എവിടെയൊക്കെ സർവീസിലുണ്ടായിരുന്നു? അത് നെഫ്രോളജി കുറിച്ച് ഞാൻ 2000-ലാണ് ചെയ്തത്. അത് കഴിഞ്ഞ ഉടനെ 25 വർഷമായി അല്ലേ? അല്ല, അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പോയത് കോഴഞ്ചേരി, അവിടെ മുത്തൂറ്റ് മെഡിക്കൽ സെൻ്റർ. അതിനുശേഷം അത് കഴിഞ്ഞ് ഞാൻ 1.5 വർഷത്തോളം ഞാൻ ഗുജറാത്തിൽ പോയി. അതെന്തിനാന്ന് വെച്ചാൽ ഞാൻ പഠിക്കുമ്പോൾ ഇവിടെ കോട്ടയത്ത് ട്രാൻസ്പ്ലാന്റ് ഇല്ല, അതുകൊണ്ട് ഇല്ല. അന്നേരം അത് നമുക്കതിനൊരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഞാൻ ഗുജറാത്തിൽ നദിയാദ് എന്ന് പറഞ്ഞ സ്ഥലമാണ്, അവിടെ ബറോഡയ്ക്കും അഹമ്മദാബാദിനും നടുക്ക്, അവിടെ 1.5 വർഷം ഞാൻ നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ താങ്കൾ നേതൃത്വം കൊടുത്തത്. അതെ, അവിടെ വെച്ച് ഞാൻ 1.5 വർഷം അവിടെ ഇഷ്ടം പോലെ ഫസ്റ്റ് ചെയ്ത ട്രാൻസ്പ്ലാന്റിന്റെ ഒരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും ആ കാലഘട്ടത്തിൽ? അവിടെ വെച്ചിട്ട് സൗകര്യങ്ങളുണ്ടോ?
ഉണ്ട്, ഒരു കുഴപ്പമില്ല. അന്നും ഇന്നും ഞാൻ അതാ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ ഈ പേഷ്യൻറ്റിന് കൂടുതൽ ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് ഒരുപാട് പേർക്ക് കുഴപ്പങ്ങൾ വരുന്ന റിജക്ഷനും അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് തടയാൻ ഏറ്റവും പറ്റിയൊരു സാധനം ഇൻഫെക്ഷൻ വരുന്നതാണ്. അത് ഞാനത് പറയായിരുന്നു. അവിടെ അതുപോലെ കെയർഫുള്ളായിട്ട് അന്നും ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അവിടെ 1.25 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു പേഷ്യന് പോലും പോസ്റ്റ് ട്രാൻസ്പ്ലാന്റ് ഇൻഫെക്ഷൻ കണ്ടിട്ടില്ല. അത്രയും നന്നായിട്ടാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇല്ല, ഒരുപാടൊന്നും ഇല്ല. നമുക്കിപ്പോൾ കിഡ്നിയും ലിവറും മാറ്റി വെക്കുന്നവരുടെ മരണനിരക്ക് ഇവിടെ എപ്പോഴും കേൾക്കാറുണ്ട്. അത് അത്രയ്ക്ക് പറയാനില്ല. എന്നുവെച്ചാൽ ഇത് ഞാൻ പറഞ്ഞ എന്നാന്നറിയാം, ഇത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ പേഷ്യന്റിന് കിഡ്നി കൊടുക്കുമ്പോൾ അത് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരുപാട് നമ്മുടെ രോഗപ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് ഇത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് പോവുകയല്ലേ. അതുകൊണ്ടാണ് അതിന് മുന്നോട്ടും പേഷ്യന്റിന് ആ മരുന്ന് തന്നെയാണ് കൊടുക്കുന്നത്. താങ്കൾ ഇവിടുന്ന് നെഫ്രോളജിസ്റ്റ് ആയെങ്കിലും ഈ താങ്കൾ ഇവിടുന്ന് ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പ്രാക്ടിക്കൽ ചെയ്തിരുന്നില്ല അല്ലേ? വെല്ലൂരിൽ നമുക്ക് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വന്തം നിലയ്ക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം കിട്ടിയില്ലല്ലോ. കോൺഫിഡൻസ് അത് അവിടെ ഗുജറാത്തിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അന്ന് തന്നെ ഉണ്ട്. അന്ന് തന്നെ ആഴ്ചക്ക് 2-3 ട്രാൻസ്പ്ലാന്റ് ഉണ്ട്. അന്ന് തന്നെ. അതെങ്ങനെ ആദ്യം ചെയ്ത ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഒരു സ്വന്തം നേതൃത്വത്തിൽ ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അവിടെ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, അവിടെ സാറൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഞാൻ ഏറ്റവും അവസാനം ചെയ്തതെന്ന് വെച്ചാൽ 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ സാറും അവിടെ 2 പേരാണ് യൂറോളജി സപ്പോർട്ടായിട്ട് ആരുണ്ടായിരുന്നത്. അത് MR ദേശായി എന്ന് പറഞ്ഞിട്ട് പുള്ളി വലിയ പാർട്ടിയാണ്, മഹേഷ്. അങ്ങേര് ഭയങ്കര ഫേമസ് പാർട്ടിയാണ്. അങ്ങേരായിരുന്നു യൂറോളജി. പിന്നെ അവർക്കൊരു വലിയ യൂണിറ്റ് ഉണ്ട്. പിന്നെ നെഫ്രോളജിയിലുണ്ടായിരുന്ന ഡോക്ടർ മോഹൻ രാജപുർക്കർ എന്ന് പറഞ്ഞൊരു സാധനം അങ്ങേരായിരുന്നു. അന്നേരം അവിടെ ചെല്ലുമ്പം അവരുടെ നേതൃത്വത്തിൽ ഞാൻ ഇതെല്ലാം കണ്ടുപിടിച്ചു. പിന്നെ അവസാനമായപ്പോൾ ഞാനവിടെ 1 വർഷമൊക്കെ എത്തിയപ്പം ഇവർ രണ്ടും കൂടെ US പോയി 3 ആഴ്ച. അന്നേരം അത് എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. ഇവിടെ നോക്കി 3 ആഴ്ച സ്വന്തം എല്ലാം. അന്നാണ് ശരിക്കും എനിക്കത് ചെയ്യാനായിട്ട് ഏറ്റവും ധൈര്യം വന്നത്. എന്നുവെച്ചാൽ അന്ന് 14 ട്രാൻസ്പ്ലാന്റ് ചെയ്തു അത്രയും ദിവസം കൊണ്ട്. ആ 14 എണ്ണത്തിൽ എല്ലാ പേഷ്യന്റിനും ഒരു കുഴപ്പവും കൂടാതെ പോയി. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയല്ലായിരുന്നു. നമുക്ക് ടെൻഷൻ കൊണ്ട് പിന്നെ എന്നും ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഒന്നും വരുത്തല്ലേ, ഞാൻ തിരിച്ചു അവര് തിരിച്ചു വരുന്നില്ല, എന്റെ പേര് മോശമാക്കല്ലേ ഇതല്ലേ. സത്യം സാർ ഈ പറഞ്ഞല്ലോ, ഇവര് ഇതിന് ചെയ്യുന്നുണ്ട്. ഈ പ്രോസസ്സ് നിങ്ങളാണല്ലോ ചെയ്യുന്നത്. ഈ സംവിധാനം ഇത് ഓപ്പറേഷൻ ചെയ്യുന്നതും എടുക്കുന്നതും വെക്കുന്നതും എല്ലാം നിങ്ങൾ തന്നെയാണല്ലോ. ഇതിപ്പം ഇത് ആളുകൾ ഈ ദാതാക്കളുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? നമ്മുടെ ഈ കൊടുക്കുകയാണല്ലോ അവരെ താങ്കൾ എങ്ങനെയാണ് അത് പറയണം. ഇത് നേരിടുന്ന ഈ ട്രാൻസ്പ്ലാന്റ് സിസ്റ്റം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമുക്കുണ്ടാകുന്ന ഗ്രാഫ്റ്റ് അഥവാ കിഡ്നി കിട്ടാനുള്ള വിഷമം തന്നെയാണ്. ഈ കിഡ്നി ഫെയിലറും ദാതാക്കളുടെ എണ്ണവും തമ്മിൽ ഭയങ്കര മിസ്മാച്ചാണ്. അത് ലൈവ് റിലേറ്റഡ് ഡോണർ, അതായത് ജീവനുള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ കൊടുക്കാൻ തയ്യാറായവരുടെ എണ്ണം കൊണ്ട് ഒരിക്കലും പരിഹരിക്കാൻ പറ്റുന്നതല്ല ഡോണറിൻ്റെ പൂള്, അല്ല റെസിപ്പിയൻറ്റിൻ്റെ പൂള്. അതിന് കടാവർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം പോലെയുള്ളത് കൂടുതൽ മെച്ചപ്പെടുന്നുണ്ട്. ഇപ്പം ബ്രെയിൻ ഡെത്തായവരും ഒക്കെ പല ആധുനിക രാജ്യങ്ങളിലും ഈ കടാവർ പൂളിനെ ആശ്രയിച്ചിട്ടാണ് അതേസമയം അത് ദാനം ചെയ്യാൻ തയ്യാറുള്ള മാനസികാവസ്ഥയുള്ള രോഗിയുടെ ബന്ധുക്കളും ഉണ്ടായാൽ മാത്രമേ ഇത് പരിഹരിക്കപ്പെടുള്ളൂ. ഇതിനോടുള്ള സാമൂഹികവും സാമ്പത്തികവും പിന്നെ മതപരമായിട്ടുള്ള വിഷമങ്ങളൊക്കെ മാറണം. വിഷമങ്ങളൊക്കെ ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അറിയില്ല. എന്തായാലും അതൊക്കെ മാറിയാൽ മാത്രമേ നമ്മുടെ ഈ മിസ്മാച്ച് ശരിയാവുള്ളൂ. എത്ര പെർസെന്റേജിന്റെ വ്യത്യാസം ഉണ്ടത്? നല്ല വലിയ നിലക്കുണ്ട് അല്ലേ? എത്ര ഈ എല്ലാ ചെയ്യുന്ന ഇതിലുള്ള ട്രാൻസ്പ്ലാന്റിന് വെയിറ്റ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ഡയാലിസിന്റെ രോഗികളുടെ കൊണ്ട് നമുക്കറിയാമല്ലോ, ഇത് കിഡ്നിയുടെ പേഷ്യന്റിന്റെ കിഡ്നി ഫെയിലറുള്ള പേഷ്യന്റിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ട്രാൻസ്പ്ലാന്റ് നടക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ നാട് മുഴുവൻ അവർക്ക് ഇതൊരു ആർട്ടിഫിഷ്യൽ സാധനത്തിന് സാധ്യതയുണ്ട്. നമ്മൾ വാൾവ് ഉണ്ടാക്കി വല്യത്താന്റെ കാലത്ത് നമ്മൾ ഹൃദയ വാൾവ് ഉണ്ടാക്കിയല്ലോ, ഉണ്ട്. സീനോഗ്രാഫ്റ്റുകളുണ്ട്, ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഉണ്ട്. സീനോഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റു ജീവികൾ, പന്നിയുടെ ഒക്കെ ജനറ്റിക്കലായിട്ട് പഠനം നടന്നിരുന്നു, പക്ഷെ ഉപയോഗിക്കാൻ ആയില്ല. നടന്നു. എത്രമാത്രം അത് എവിടെയാണ് നടന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? US. അപ്പൊ സാധ്യതയുണ്ട് അതിനകത്ത് അല്ലേ? സാധ്യതയുണ്ട്. അത് വലിയൊരു ഓപ്പണിംഗ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്രയും ഒരു വിഷമം ഉണ്ടാവില്ല. നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം തന്നെ ഞാൻ ഒന്നും കൂടെ തിരിച്ചു വരികയാണ്. ഈ ദാതാക്കളുടെ പ്രശ്നം എപ്പോഴും പലപ്പോഴും അത്
പിന്നെ ബ്ലഡ് റിലേറ്റഡും വളരെ ക്ലോസ്ലി ഇമോഷണലി റിലേറ്റഡ് ആയ ആൾക്കാരുടെ കിട്ടാൻ സാധ്യതയുണ്ട്. അതെ അതെ. ബാക്കിയുള്ള ഇപ്പൊ അച്ഛൻ, അമ്മ, ആ മക്കൾ, ഒരുപക്ഷെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഇതൊഴിച്ചിട്ടുള്ള ഒരു റിലേഷനും പ്യുവറായിട്ട് ബന്ധത്തിന്റെ പേരിലാവണം എന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടാവാം. അത് തരണം ചെയ്യാന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള എന്തൊക്കെയാ ട്രാൻസ്പ്ലാന്റ് അതിനകത്ത് നേരിടുക പ്രതിസന്ധികൾ? നേരിടുക കച്ചവട താല്പര്യങ്ങളെല്ലാം തന്നെ ഇതിലൊക്കെ വരാം. ആ നമ്മൾ അൺറിലേറ്റഡ് ഡോണേഴ്സിനെ പൊതുവെ തുടക്കത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കാനും കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് ഒരാൾ കൊടുക്കുന്നത് പലയിടത്തും നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉടനെ അതിലേക്ക് ഇറങ്ങുന്നില്ല, റിലേറ്റഡ് ഡോണേഴ്സിലേക്കാണ് ഇറങ്ങുന്നതെന്നാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ തീരുമാനം. അത് കാരണം ഇങ്ങനെയുള്ള കോൺട്രവേഴ്സി കുറക്കാനാണ്. എങ്കിൽ പോലും ഒരു ചേട്ടനോ അനിയനോ ആയാലും അളിയനായാലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധമായാൽ പോലും അവർ തമ്മിലുള്ള റിലേഷൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള താല്പര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഒരു വെല്ലുവിളി. പക്ഷേ നമ്മൾ ഡോക്ടർമാരെന്നുള്ള നിലയിൽ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നിലയിൽ അത് ലീഗലായാലും ഉറപ്പാക്കി അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, നടക്കുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മുന്നോട്ട് പോകലാണ് നമുക്കുള്ള കരണീയമായ കാര്യം. ഇത്രയും നമുക്ക് അതിൽ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ അത്രയും നമുക്ക് പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമ്മളതിൽ ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ല. ഡോക്ടർ സാർക്ക് ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ ഡയാലിസിസ് ഭീകരമായത് ഇപ്പോൾ പല രോഗികൾക്ക് ഇത് കിട്ടുന്നില്ല, സ്പേസ് കിട്ടുന്നില്ല. അവർക്ക് എന്തെങ്കിലും ബദൽ സംവിധാനം ഉണ്ടോ? ഇപ്പോൾ പല സ്ഥലത്തും നമ്മളടക്കമുള്ള ആളുകളുടെ അടുക്കെ ശരാശരി ആഴ്ചയിൽ 1-2 ആളുകളും ചോദിക്കുന്നുണ്ട്, തലശ്ശേരി ജനറൽ ആശുപത്രി അല്ലെങ്കിൽ സ്നേഹതീരത്ത് അല്ലെങ്കിൽ തണലിൽ ഒന്ന് ശുപാർശ ചെയ്യുമെന്ന്. എന്തെങ്കിലും ഒരു സംവിധാനം വേറെ ഉണ്ടോ? നമുക്ക് ഏറ്റവും പ്രധാനം അത്തരം ഈ ഒരു അവസ്ഥയിലേക്ക് പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് കിഡ്നിയുടെ അസുഖം ബാധിച്ചാൽ പോലും നമുക്ക് ഒരു പരിധി വരെ അത് തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രഷൻ ഒരു ക്രിയാറ്റിൻ 1-2 ആവുന്നിടത്ത് ഡയാലിസിസിൽ എത്തുന്നത് ഒരു വലിയ യാത്രയാണ്. ആ യാത്ര പരമാവധി നീട്ടിക്കൊണ്ടുപോകാനാണ്. എങ്ങനെ സാധിക്കും? അതിനെന്തെല്ലാം മുൻകരുതലാണ് ശരാശരി മനുഷ്യനെടുക്കേണ്ടത്? എല്ലായിടത്തും വലിയ നീണ്ട ലിസ്റ്റാണ്, വലിയ ശുപാർശകളാണ്. അതിന് ബദലായിട്ട് പിന്നെ ഉള്ളത് നമുക്ക് പെട്രോളിയം ഡയാലിസിസ് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയാലിസിസ് പ്രക്രിയയില്ല. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അതിന്റെ സാമ്പത്തിക വശങ്ങളാണ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ വീട്ടിൽ തന്നെ ഫിക്സ് ചെയ്യുക യൂണിറ്റ് അല്ല, അത് നോർമൽ ഡയാലിസിസ് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ പോലുള്ള ഒരു പ്രക്രിയയല്ല. അത് വയറിലൊരു ട്യൂബ് ഇട്ടിട്ട് ചെയ്യുന്ന പ്രക്രിയയാണ്. അത് ഡയാലിസിസിന്റെ ഫ്ലൂയിഡ് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് പെട്രോളിയം ഡയാലിസിസ് പറയുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ ഇത്ര മെഷീനോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഒരു 1-2 ആഴ്ചത്തെ ട്രെയിനിങ് കൊണ്ട് ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ഡയാലിസിസ് ചെയ്യാൻ പറ്റും. 2 വിഷയങ്ങൾ നമ്മൾ എപ്പോഴും ഉപയോഗിച്ച് വരുന്നത് ഈ പെട്രോളിയം ഡയാലിസിസിന്റെ പേരിൽ. ഒന്ന് ഫിനാൻഷ്യൽ സൈഡാണ്. ഈ ബാഗ് വാങ്ങാൻ നോക്കിയുള്ള ഒരു കോസ്റ്റ് എന്തായാലും കുറച്ച് നമ്മുടെ ഡയാലിസിസിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. ഡയാലിസിസ് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ചാരിറ്റി മറ്റു കാര്യങ്ങളുമായി പരിധി വരെ നമുക്ക് ഡയാലിസിസിന്റെ കോസ്റ്റ് കുറച്ചുകൂടെ ഉണ്ട്. പക്ഷേ പെട്രോൾ ഡയാലിസിസിന് അങ്ങനത്തെ ഓപ്ഷൻസ്. രണ്ടാമത്, ഇത് നമ്മൾ ഡയാലിസിസ് സെന്ററിൽ വന്ന് ചെയ്യുമ്പോൾ അതിന് ഒരു ടെക്നീഷ്യന്റെ ഹെൽപ്പ് എപ്പോഴും ഉണ്ടാവും, അവരായിരിക്കും ചെയ്യുന്നത്. മറ്റൊന്ന് നമ്മൾ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മളത് പ്രോപ്പർലി ഒരു ഹാൻഡ് ഹൈജീനും മറ്റ് ഇതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് രണ്ടുമാണ് ആ പെട്രോളിയം ഡയാലിസിസിന്റെ ഡ്രോബാക്ക്. ഇത് കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്പ്ലാന്റ്. ട്രാൻസ്പ്ലാന്റ് നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രതിസന്ധിയാണ്, ട്രാൻസ്പ്ലാന്റ് നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ ഈ റെസിപ്പിയന്റ് പൂള് കുറയുന്നതിന്റെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് ലിവിങ് ഡോണേഴ്സ്, നമുക്ക് എന്താ പറയാ ആരെങ്കിലും അടുത്ത ബന്ധുക്കൾ കൊടുക്കാനുള്ള ചിലപ്പോൾ സാധ്യതകൾ ഉണ്ടാവില്ല, ചിലപ്പോൾ കൊടുക്കാം, അവർക്ക് മറ്റു അസുഖങ്ങൾ ഉണ്ടാവാം, അങ്ങനെ പല പ്രശ്നങ്ങളില്ല. അതിനെ നേരിടാൻ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കടാവർ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ കടാവർ പ്രോഗ്രാം. അതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഇന്ത്യയില് ഓരോ സംസ്ഥാനത്തിനെ എടുത്തു നോക്കിയാൽ കേരളത്തിൽ വളരെ തുലവും കുറവാണ്. ഏറ്റവും കൂടുതൽ നടക്കുന്നത് തെലങ്കാനയിൽ. ഞാൻ പഠിച്ചത് ഹൈദരാബാദാണ്, ഞാൻ ട്രാൻസ്പ്ലാന്റ് പഠിച്ചത് ഹൈദരാബാദാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ കടാവർ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത്. അവിടെ ഒരു വർഷം 200-250 നടത്തുന്നത് നമ്മുടെ കേരളത്തിൽ 10-15. അതിന് പല സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അതൊന്നും നമ്മൾ ഇവിടെ ചർച്ച ഇത് നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളും സിനിമയും ഒക്കെ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നറിയാം, പല സിനിമകളും ഈ അവയവ മാഫിയ എന്ന് പറഞ്ഞിട്ട് ഈ ആളുകൾ വെറുതെ പറയുന്നതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം.
കോട്ടയിലാണ്. അല്ല വേറൊരു സ്ഥലത്ത്. അന്നേരം അവിടെ ചെന്നപ്പോൾ ഒരാൾ വന്ന് പ്രസംഗിച്ചതിനകത്ത് ഒരു കാര്യം ഇതായിരുന്നു. ഈ അങ്ങനെ ശരിക്കും പ്രസംഗിച്ച് തുടങ്ങിയത് അബോർഷനെതിരായിട്ടാണ്. അന്നേരം അങ്ങേര് പറഞ്ഞു ഈ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ ഒരുപാട് അബോർഷൻ നടക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അതുങ്ങളുടെ കിഡ്നി പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയാണ്. ഞാൻ അന്നേരം തന്നെ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയല്ല. ഒരു കിഡ്നി എടുത്തിട്ട് അങ്ങ് അമേരിക്കയ്ക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അതുവരെ വർക്ക് ചെയ്യും. അത് പോയില്ലേ. അല്ലെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളുടെ കിഡ്നി എടുത്തേച്ചും വല്ലവർക്കും വെച്ചു കൊടുക്കാൻ പറ്റുക. അതാ പറഞ്ഞ ഇതേമാതിരിയാണ് ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത്. സമൂഹം അതുകൊണ്ടാണ് മെച്ചപ്പെടുത്താതെ ഇതിലൊരു രക്ഷയില്ല. എന്താണ് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുക? അഡ്വൈസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഇത് തന്നെയാണ്, നമ്മുടെ സഹജീവികളെ രക്ഷിക്കാനുള്ള ഒരു ക്ലിനിക്കൽ ഡെത്ത് ആണെങ്കിൽ ഇത് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കണം അല്ലേ? ബ്രെയിൻ ഡെത്ത് ആണെങ്കിൽ ബ്രെയിൻ ഡെത്ത് ആണെങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള ഒരു എൻകറേജ്മെന്റ്. പിന്നെ അപകട സമയത്തും ഒക്കെ എനിക്ക് എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഇത് കൊടുക്കണം എന്നുള്ള ധാരണ വേണം. ജനങ്ങൾക്കെല്ലാം പേടി, ഇതിനു വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് കളിയോ ആൾക്കാർ എന്നൊക്കെ ഉള്ള തരത്തിലുള്ള പേടികളൊക്കെ വരുമായിരിക്കും. ആണല്ലോ പ്രശ്നം. അതില് സിനിമയ്ക്കും ബാക്കി മാധ്യമങ്ങളിലും കുറെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഫോൾസ് ആയിട്ടുള്ള കുറെ ഇൻഫ്ലുവൻസസും അക്യൂസേഷൻസും ഓർഗൻ ഡൊണേഷനെതിരെ ഉണ്ടായതിനെ കൊണ്ട് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അപ്പം വലിയ മാഫിയാണ് അല്ലേ? അതില് അൺറിലേറ്റഡ് ആയിട്ടുള്ള ഡോണേഴ്സിന്റെ ഇടയിൽ ചെറിയ അഴിമതികളൊക്കെ നടക്കുന്നില്ല എന്ന് പറയുന്നില്ല. എല്ലാ മേഖലയിലും ചെറിയ അഴിമതി ഇല്ലാതെ കേരളമില്ലല്ലോ. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു വീണ അന്ന് മുതൽ അഴിമതി തുടങ്ങൂല. കാരണം ഒരു കുട്ടി ജനിച്ചു വീണ് അവനെ ദൈവത്തിന് മുന്നേ കൊടുത്ത് ആദ്യം ദൈവത്തിന് കൈക്കൂലി കൊടുത്തുകൊണ്ടാണല്ലോ നമ്മളെ ജീവിതം തുടങ്ങുന്നത്. ശരാശരി മലയാളിയുടെ ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവം അഴിമതിയിലാണ് ജീവിതം തുടങ്ങുന്നത്. പ്രാർത്ഥനകളെല്ലാം അഴിമതിയാണ്. കാരണം ദൈവത്തിന് ആദ്യം കൈക്കൂലി കൊടുത്ത് ദൈവമേ നീ ഇത് വെക്കരുത്, നീ എനിക്ക് അല്ലേ? അല്ലാതെ ഇത് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ് ഞാൻ, അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാണ് എന്ന ബോധം നമുക്കില്ല. എന്റെ സിദ്ധാവ് എന്റെ ദൈവമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്നെ നോക്കേണ്ട പണി ആർക്കുണ്ട്? ദൈവത്തിനുണ്ട്. ഇപ്പൊ അച്ഛനും അമ്മയ്ക്ക് നമ്മൾ കൈക്കൂലി കൊടുക്കാറില്ലല്ലോ. നമ്മൾ അങ്ങനെ ഒരു കൾച്ചർ നമുക്കില്ല. പക്ഷെ കേരളത്തിലെ പൊതുസമൂഹം അച്ഛനും അമ്മയ്ക്ക് കൈക്കൂലി കൊടുക്കുക. കാരണം എന്റെ അച്ഛനും അമ്മയും ഫിസിക്കലി അവരെന്തായാലും നമ്മളെ നോക്കിയേ പറ്റൂ. അതിനേക്കാൾ മുകളിലിരിക്കുന്ന ഒരാളാണ് ദൈവം. പക്ഷെ അയാൾ നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പൈസയും കൊടുക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യും. ആളുകൾ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ കിഡ്നി ആളുകൾ മരിക്കാത്ത ആളിന്റെ എടുത്തു എന്നൊക്കെ പറയുമെങ്കിലും നമ്മളിത് നോക്കണം. ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാനായിട്ട് എന്തുമാത്രം ലീഗൽ പ്രശ്നങ്ങളുണ്ടെന്നറിയാം. ഒരു ഡോക്ടറൊന്നും അല്ല അത് സർട്ടിഫൈ ചെയ്യുന്നത്. ന്യൂറോളജിസ്റ്റ്, പിന്നെ അല്ലാതെ ഫോറൻസിക്, ഇവരെല്ലാം വരും. മെഡിസിൻ എല്ലാവരും കൂടെ വന്നിട്ട് ഒരു പ്രാവശ്യമല്ല 6 തൊട്ട് 8 മണിക്കൂർ ഇടവിട്ട് 2 പ്രാവശ്യം നോക്കി ഇവരുടെ ബ്രെയിൻ ഡെത്ത് ആണെന്ന്. അതിന് കുറേ ക്രൈറ്റീരിയ ഉണ്ട്. അത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ക്രൈറ്റീരിയ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് അവർ മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ അത് എടുക്കുകയുള്ളൂ. അത് ഒരു പ്രാവശ്യം പോലും അല്ല നോക്കുന്നത്, 2 പ്രാവശ്യം നോക്കും. അത് മുഴുവൻ വീഡിയോ റെക്കോർഡഡ് ആണ്. എല്ലാ റെക്കോർഡ്സും ഉണ്ട്. അത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് ഇത് ബ്രെയിൻ ഡെഡ് ആണ്. അങ്ങനെ കള്ളത്തരമൊന്നും കാണിക്കാൻ പറ്റിയല്ല. ഈ ടീമിന് ഒന്നും ഒരു ട്രാൻസ്പ്ലാന്റോ കിഡ്നി ആയിട്ടോ ന്യൂറോളജിസ്റ്റോ നെഫ്രോളജിസ്റ്റോ ആയിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടാവും. ഒരറിവും ഉണ്ടാവില്ല. ഈ പറയുന്ന പറയുന്ന ഈ മെഡിക്കൽ ടീമിന് ഒരു ബന്ധവും പാടില്ല. അത്രയും സ്ക്രീൻ ബന്ധപ്പെട്ട ഒരാൾ പോലും ഉണ്ടാവാൻ പാടില്ല. ഭയങ്കര തെറ്റിദ്ധാരണയാണ് അല്ലേ? മാധ്യമങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സേവനം ഇത് കുറച്ചു കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ ബോധ്യത്തിന് മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അതാണ് നമ്മളൊക്കെ ഡോക്ടർമാര് മാധ്യമങ്ങളോട് അപേക്ഷിക്കുന്നത്. ഈ ബോധ്യത്തിനെ മാറ്റം വരുത്തി നല്ലൊരു ആരോഗ്യ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഉപകാരപ്പെടാത്ത ഒരു സ്ഥിതിയിൽ നമ്മുടെ അവയവങ്ങൾ നശിച്ചു പോവാണ്. ശരി, നമുക്ക് അക്ബറിനോട് ചോദിക്കാം. അക്ബർ പറഞ്ഞല്ലോ സെക്സോളജിസ്റ്റിലാണ്. ഇതിനകത്ത് സെക്സിനെ കുറിച്ച് പറയുമ്പോൾ മലയാളികളെല്ലാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. കാരണം അരാജകത്വം വല്ലാതെയുള്ള ഒരു മേഖലയാണത്. അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു സെക്സോളജിസ്റ്റിൻ്റെ ഒരു യൂറോളജിസ്റ്റിൻ്റെ പരിധിയിലാണ് ഈ കാര്യങ്ങൾ വരുന്നതെന്ന്. ശരാശരി മലയാളികൾ അനുഭവിക്കുന്ന ഒരു അരാജകത്വം താങ്കളുടെ ശ്രദ്ധയിൽ പലരും ഇപ്പം വന്ന് പറയാൻ മടിയാണ്. ഇതൊരു മോശം കാര്യമാണ്, സെക്സിനെ കുറിച്ച് എന്തെങ്കിലും പറയില്ല. പല കുടുംബ ബന്ധങ്ങളും തകരുന്നതിൻ്റെ ബേസ് സെക്സ് ഫെയിലിയറാണ്. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ടൊക്കെ ആൾ ഡൈവോഴ്സിലൊക്കെ വരുന്നതിൻ്റെ പിന്നിൽ ഈ യഥാർത്ഥ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. താങ്കളുടെ മുന്നിൽ വരുന്നത് എന്തൊക്കെയാണ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ? ഒരു യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരു സെക്ഷൽ ഇഷ്യൂ ആയിട്ട് കൂടുതലും വരുന്നത് പുരുഷന്മാരാണ്. ഉദാഹരണവും ശീഘ്രസ്ഖലനവുമാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ.
അപ്പം അത് വരുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവാം. കുറേ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. സൈക്കാട്രി സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ജീവിക്കുന്നവർക്ക് അത് കാരണം ഉദാഹരണത്തിനെ ബാധിക്കാം, സ്ഖലനത്തിനെ ബാധിക്കാം. അപ്പോൾ നമ്മൾ അതിനെ പല രീതിയിലായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അതിൽ ഏതിനാണ് കൂടുതൽ ഇഷ്യൂ ഉണ്ടാകുന്നത്, നാച്ചുറലായിട്ടുള്ള അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അതോ ഈ സൈക്കോളജിക്കൽ ഇഷ്യൂ കൊണ്ട് മാത്രമാണോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നതെന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അതിൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യലാണ് നമ്മളുടെ ഉണ്ടാകുന്നത്. കാരണം അവർ ഈ ആശങ്കകൾ എന്തൊക്കെയാണ് അവർ പങ്കുവെക്കുന്നത്. ഈ രണ്ട് കാര്യവും പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ വരുന്ന നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാക്കുന്നത് എന്ത് കാര്യമാണ്? ആരോഗ്യ പ്രശ്നങ്ങളാണോ മാനസിക പ്രശ്നങ്ങളാണോ? രണ്ടുമുണ്ട്. രണ്ടും ഒരു 50% സാധ്യത എന്ന് വെക്കാം. രണ്ടും 50% സാധ്യത. 50% ആളുകൾക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. അവർക്ക് മെയിൻലി സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് നല്ലൊരു കൗൺസിലിങ്ങും അതിൻ്റെ കൂടെ തന്നെ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടും നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം വ്യത്യാസം വരും. ബാക്കി 50%-ൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ലിംഗത്തിലോട്ടുള്ള രക്തയോട്ടത്തിലുള്ള കുറവുണ്ടാവാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ സ്കാൻ ചെയ്യും, ഡോപ്ലർ സ്കാൻ ചെയ്യും. അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിന് ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇനി ഹോർമോണൽ ഇഷ്യൂസ് ആണ് നമ്മൾ എൻഡോക്രിനോളജിയുടെ ഹെൽപ്പ് മേടിക്കും. സൈക്കാട്രി ഇഷ്യൂ ആണ് നമ്മൾ സൈക്കാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് മേടിക്കും. അപ്പോൾ അങ്ങനെയാണ് അത് കൊണ്ട് നടക്കുന്നത്. എത്ര ശതമാനം ആളുകൾ വരുന്നുണ്ട് ഇഷ്യൂസ് ആയിട്ട്? ശരിക്കും ആളുകൾ നോർമലി വരാൻ തുടങ്ങി? മാനം ടോപ്പിഡിൽ വരുന്ന പേഷ്യൻസിൽ ഒരു 5% അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും ജനങ്ങളത് കൺസൾട്ട് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ടോ ശരിക്കും? ഉണ്ടാവാതെ ഈ വരുന്ന പേഷ്യൻസ് എല്ലാം കുറേ കാലങ്ങളായിട്ട് പ്രശ്നം അനുഭവിക്കുന്നവരാണ്. പക്ഷെ ഒരു 3-4 കൊല്ലമായിട്ട് അവരാരെയും കാണിക്കില്ല. അതിനുശേഷം മാത്രമാണ് അവർ ഡോക്ടറുടെ ഇപ്പം മൂത്രത്തിൻ്റെതായാലും പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമായാലും കല്ലിൻ്റെ ആയാലും ഇപ്പം കിഡ്നി ഫെയിലിയർ ആയാലും അതെല്ലാം ഈ പ്രശ്നം വന്ന് 1 മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ ആളുകൾ ഡോക്ടറുടെ അടുത്തോട്ട് വരും. പക്ഷേ ഈ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആദ്യത്തെ ഒരു 3-4 കൊല്ലം അവർ മറച്ചു വെക്കും. അതൊരു സോഷ്യൽ ടാബു ആണ്. പിന്നെ അവരുടെ തന്നെ ഒരു വിശ്വാസം ഉണ്ടാകും ചിലപ്പോൾ ശരിയാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ അവരത് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കും. പിന്നെ അത് കൂടുതൽ അത് സ്ട്രെസ് ഉണ്ടാക്കും. സ്ട്രെസ്സ് കൂടുമ്പോൾ അത് കൂടുതൽ ഇതിനെ ബാധിക്കും. അപ്പോൾ അതൊരു വിഷ്വസ് സൈക്കിളായിട്ട് മാറും. അപ്പം ആ ഒരു ഇഷ്യൂ ഉണ്ട്, ആ ഒരു ഡിഫറൻസ് ഉണ്ട്, നന്നായി ബാധിക്കുന്നുണ്ട്. ഡോക്ടർ പ്രദീപ് കുമാർ, നമുക്കിപ്പോൾ ഈ കിഡ്നി ഡാമേജ് ആകാതെ ഒരു മനുഷ്യൻ കൊണ്ടു നടക്കണമെങ്കിൽ അവനെടുക്കേണ്ട മുൻകരുതൽ, അസുഖം വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്, ഇത് വരാതിരിക്കാൻ നമ്മൾ എങ്ങനെ ഒരു ജീവിതം, ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഇവിടുത്തെ ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രശ്നം അമിതവണ്ണം. അത് 2 കാര്യങ്ങളാണ്. നമ്മുടെ ഭക്ഷണക്രമം കൃത്യമല്ലാണ്ടിരിക്കുന്നതും വ്യായാമക്കുറവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ അമിതവണ്ണം എന്നൊരു പ്രോബ്ലം വരാതെ നോക്കാം. അത് കൃത്യമായിട്ടുള്ള വ്യായാമം, ഭക്ഷണശീലം പാലിച്ച് നമ്മുടെ ഭക്ഷണശീലം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പഴയതുപോലെയല്ലല്ലോ ഭക്ഷണങ്ങൾ. രുചിയുടെ ഒരു കലവറ തന്നെയാണ് ഓരോ മുക്കിലും മൂലയിലും. ഭക്ഷണത്തിന് വേണ്ടി കിലോമീറ്ററുകൾ ആളുകൾ സഞ്ചരിക്കുന്നു. ഇപ്പം ഒണ്ടേൻ റോഡിലും ആനന്ദഭവനിലേക്കും കാസർഗോഡ് നിന്ന് ഒരാൾ വരികയാണ് മീൻ പൊരിച്ചത് തിന്നാൻ, മീനിൻ്റെ മുട്ട തിന്നാൻ, മീനിൻ്റെ തല തിന്നാൻ, ആട്ടുംതല തിന്നാൻ, അല്ലേ? 40 വർഷം മുന്നേ ഉള്ള നമ്മുടെ ഭക്ഷണ രീതി ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ ഉള്ള പ്രശ്നം കാലറി കൂടുതൽ കഴിക്കുക. അതായത് കാലറി സ്റ്റാർച്ച്, റൈസ് ആയിട്ടും അല്ലെങ്കിൽ ബ്രെഡ് ആയിട്ടും അങ്ങനെയുള്ള കാലറീൻ്റെ അളവ് കൂടുകയും അതിനെ കൊണ്ട് വ്യായാമം കുറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ വണ്ണം കൂടും, കൊളസ്ട്രോൾ കൂടും, ഫാറ്റി ലിവർ, ഇതൊക്കെയാണ് മെയിൻ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്ന കാര്യം. അതിന് പകരം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതുപോലെ റെഡ് മീറ്റ് ഒഴിവാക്കിയിട്ടുള്ള ലീൻ മീറ്റ്സ്, ഫിഷ് കഴിക്കുക, എഗ് കഴിക്കുക, അതിൻ്റെ കൂടെ വെയിറ്റ് കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് അമിതവണ്ണം, ഡയബറ്റീസ്, ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ, കിഡ്നി ഡിസീസ്, ഹാർട്ട് ഡിസീസ്, ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിനെല്ലാം ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. നമ്മൾ കിഡ്നിയിൽ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. കിഡ്നിയിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകണം. അതിനിടയിൽ നമുക്ക് ഈ കീറ്റോ എല്ലാം ചോദിക്കാം. ഡോക്ടർ ബിജോയ്, എൻ്റെ ഒരു ചോദ്യം, ഈ ഡയാലിസിസ് കേന്ദ്രങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും ഇങ്ങനെ ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഡയാലിസിസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ടെക്നീഷ്യനായിരിക്കും. പക്ഷേ സത്യത്തിൽ ഈ ഡയാലിസിനിടയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. ഒരു രോഗിക്ക് പല രീതിയിലുള്ള വേരിയേഷൻസ് ശരീരത്തിൻ്റെ ഘടനയിൽ വന്നുകൊണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ എത്ര മണിക്കൂറാണ് ഒരു ഡയാലിസിന് എടുക്കുക? ആവറേജ് ഒരു 4 മണിക്കൂർ നേരം ഡയാലിസിസ് ചെയ്യും. അത് കഴിഞ്ഞ് എത്ര മണിക്കൂർ അവിടെ റെസ്റ്റ് തുടരും? അത് നിർബന്ധമായിട്ടില്ല. ഈ 4 മണിക്കൂർ ഈ രോഗി അവിടെ ഒരു കിഡ്നി പേഷ്യൻ്റാണ്, ഡയാലിസിന് കിടക്കുന്നു. ഈ ടെക്നീഷ്യൻ മാത്രം മതിയോ ഈ രോഗിയെ നിരീക്ഷിക്കാനും ഈ ഡയാലിസിസ് പ്രക്രിയ പൂർത്തിയാക്കാനും?
അത് തീർച്ചയായിട്ടും പോരാ. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയാലിസിസ് എന്ന് പറയുന്നത് രോഗി ഒരു മരിക്കാവുന്ന ഒരു പ്രക്രിയയാണ്. ശരിക്കും അതിന് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ കുറഞ്ഞു പോകുന്നതാണ്, ഹൈപ്പോടെൻഷൻ. പിന്നെ ഇതിനിടയ്ക്ക് പേഷ്യൻറ്റിന് ഹൈപ്പോടെൻഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ വേറെ എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് വരാം, സ്ട്രോക്ക് വരാം, ഹാർട്ട് അറ്റാക്ക് വരാം, അങ്ങനെ പല പല കാര്യങ്ങൾ. ചിലർ ബോധം കെട്ടുപോകും. ബോധം കെട്ടുപോകുന്നത് ചിലപ്പോൾ ഷുഗർ ഡൗൺ ആയതാകാം, ഈ ലവണങ്ങളുടെ അളവിൻ്റെ വ്യത്യാസം വന്നതാകാം, അല്ലെങ്കിൽ ബ്രെയിനിനകത്ത് സ്ട്രോക്ക് വന്നതാകാം, ബ്ലീഡ് ചെയ്തതാകാം, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. നമ്മൾ ഈ ഒരു ഡോക്ടറുടെ ജോലി എന്താ? ഒരു രോഗം ഡയഗ്നോസ് ചെയ്യുക, അതിന് ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുക. ഫാർമസിസ്റ്റ് എന്താ ചെയ്യുന്നത്? അവർ നമ്മൾ പറയുന്ന മരുന്ന് കൊടുക്കുന്നു. നേഴ്സ് എന്താ ചെയ്യുന്നത്? ഈ കൊടുത്ത മരുന്ന് നമ്മൾ പറയുന്ന കൊടുക്കുന്നു. ടെക്നീഷ്യൻ എന്താ ചെയ്യുന്നത്? ഡയാലിസിസ് ടെക്നീഷ്യനാണ്, അവർ ആ ഡയാലിസിസ് മെഷീൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഈ ഡോക്ടർ അല്ലാതെ വേറെ ആരും ഒരു രോഗിക്ക് ഒരു രോഗം വന്നാൽ, ഒരു കംപ്ലൈന്റ് വന്നാൽ അത് ഡയഗ്നോസ് ചെയ്യാനും പഠിച്ചിട്ടില്ല, അത് ട്രീറ്റ് ചെയ്യാനും പഠിച്ചിട്ടില്ല. പക്ഷേ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ നോക്കിയിട്ട് അതൊരു വലിയ പ്രശ്നമാണ്. പേഷ്യൻസിന് ഡയാലിസിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ അവിടെ ആരുമില്ല. അവർ പിന്നെ ശരിക്കും നിയമപരമായിട്ട് നോക്കാൻ പറ്റിയ ഒരാൾ പോലും അവിടെ ഇല്ല. നമ്മളൊരു ഡോക്ടർ, ഒരു ഫാർമസിസ്റ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്നിട്ടും വ്യാജ ഡോക്ടറെ പിടികൂടി എന്നും പറഞ്ഞ് കണ്ടിട്ടില്ലേ? ഫാർമസിസ്റ്റ് വ്യാജ ഡോക്ടറായിട്ട് ഇരുന്നു എന്നും പറഞ്ഞ് പിടികൂടി. അന്നേരം ഇവരെല്ലാം ചെയ്യുന്ന വ്യാജ ഡോക്ടറുടെ പണിയല്ലേ ശരിക്കും പറഞ്ഞു? അന്നേരം അവര് ഈ അത് ഉറപ്പാണ്. നമ്മൾ ഈ പിന്നെ ഈ എന്താ പറയുക, ഒരു തത്വദീക്ഷയില്ലാതെ ഈ ഡയാലിസിസ് സെന്ററുകൾ തുടങ്ങുകയും അത് വേറെ വഴിയില്ലാത്ത എന്ന് സത്യൻ സാർ പറയാം. കാരണം ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നാടിൻ്റെ ഈ തുടങ്ങുന്നത് മുഴുവൻ നല്ല കുറേ മനുഷ്യരാണ്. ഈ ഒരിക്കലും അതൊരു കച്ചവടക്കണ്ണി തുടങ്ങുന്നത് വളരെ കുറച്ചാണ്. ബാക്കിയെല്ലാം നല്ല മനുഷ്യർ ഓരോരുത്തരും തുടങ്ങുക. ഇപ്പം നമ്മളൊക്കെ അറിയുന്ന വ്യക്തികൾ തന്നെ തുടങ്ങി സൗജന്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട്. കച്ചവടമല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അവർ ഇതിനകത്ത് കൃത്യമായ ഒരു ഡയറക്ഷൻ അതിനകത്ത് പോകേണ്ടതുണ്ട്. ഒരു ഡോക്ടർ സേവനം വേണം എന്നുള്ളത് വരും. അപ്പോൾ നമ്മുടെ ചെലവ് പിന്നെയും കൂടും. അല്ല, ചെലവ് കൂടിയാലും രോഗികൾ കൂടുതൽ കാലം ജീവിക്കും. നമ്മൾ അന്ന് നോക്കിക്കുക, നമ്മൾ ഈ ഡയാലിസിസ് ഹോസ്പിറ്റലിൽ ഡോക്ടറുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളിൽ രോഗിയുടെ സർവൈവൽ ഒരുപാട് വർഷം കൂടുതലുണ്ട്. ഇപ്പം ഞാൻ 2004 ഇവിടെ പരിയാരത്ത് വന്നത്. അന്ന് തൊട്ട് ഡയാലിസിസ് തുടങ്ങിയ പേഷ്യൻസ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. പക്ഷേ അതിപ്പോൾ എത്ര കൊല്ലം, 20 വർഷത്തോളമായി. എനിക്കറിയാവുന്ന എത്ര പേഷ്യൻ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ തിരിച്ചു നോക്കിയാൽ ഈ പെരിഫറൽ സെൻറ്ററിലൊക്കെ പോകുമ്പോൾ അവർക്ക് വേറൊരു ഗുണമുണ്ട്. അവർ നമ്മൾ ഈ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഡയാലിസിസ് ചെയ്ത് ഒരു കുഴപ്പമില്ലാത്ത ഏറ്റവും സ്റ്റേബിൾ പേഷ്യൻസിനെ മാത്രമേ അവരെടുക്കുകയുള്ളൂ. എന്നാൽ പോലും അവരെന്തുമാത്രം കോംപ്ലിക്കേഷനായിട്ട് വരുന്നുണ്ട്. നമുക്ക് എപ്പോഴും കാണാം പേഷ്യൻറ്റിൻ്റെ ഡയാലിസിനിടയ്ക്ക് പ്രഷർ കുറഞ്ഞു പോയി, ബോധം പോയി എന്നും പറഞ്ഞ് അവരൊന്നും ചെയ്യാതെ ഒരു ആംബുലൻസെ കയറ്റി ഇങ്ങോട്ട് വിട്ടേക്കുക. അന്നേരം അതിന് വേണ്ട ഒരു പ്രൈമറി കൊടുക്കേണ്ട കാര്യം അവിടെ ചെറിയ കാര്യമെങ്കിലും ചെയ്യാൻ അവിടെ കോംപ്ലിക്കേഷൻ കൂടുതലായിരിക്കും ഇങ്ങനെയാകുമ്പോഴത്തേക്കും. ഈ പിന്നെ ഈ ഇങ്ങനെയുള്ള സെൻ്ററുകൾ നടത്തുന്ന പല കോംപ്ലിക്കേഷൻസും ഈ മോശമായ പേഷ്യൻറ്റിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് കളികളെല്ലാവർക്കും പതിവുണ്ടാവുക. പലതും പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഡെത്തുകളും കോംപ്ലിക്കേഷൻസും ആയിരിക്കും. അങ്ങനെയാണ് പോവുക. ഡോക്ടർ സാരംഗ്, ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിനി ഡയറ്റ് സംബന്ധിച്ച് ആളുകളെല്ലാം ഓൺലൈനെ ആശ്രയിക്കുകയാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞ് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഇറച്ചിയും മീനും മുട്ടയും മാത്രം കഴിച്ചാൽ മതി, നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായി ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണവും ആ രീതിയിൽ പറയും. ഇപ്പോൾ പ്രദീപ് ഡോക്ടർ അതിനിടയ്ക്ക് പറഞ്ഞു നിങ്ങൾ ഈ റെഡ് മീറ്റൊക്കെ ഒഴിവാക്കണം എന്ന നിലക്ക് പറഞ്ഞു. എങ്ങനെയാണ് താങ്കൾ അതിനെ നിരീക്ഷിക്കുന്നത്? അതർവൈസ് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക്, മറ്റസുഖങ്ങളൊന്നും ഇല്ലാത്ത യങ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പരിധി വരെ ചിലപ്പോൾ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവാം. വെയിറ്റ് ലോസും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ കലോറി ഡെഫിസിറ്റ് ആണ് നമുക്ക് വേണ്ടത്. കലോറി കൂടുന്നതാണ് പ്രശ്നം, അമിതവണ്ണത്തിൻ്റെ ഒബസിറ്റിയുടെ ഒരു കാരണം. ഇപ്പോൾ കൂടുതൽ അരിഭക്ഷണം അല്ലെങ്കിൽ സ്റ്റാർച്ച് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നൊരു കോംപ്ലിക്കേഷനാണ് ഈ ഒബസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ ഒരു ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ട്രെയിൻഡ് അല്ലാത്ത ഒരാൾക്കെന്നും വരുമ്പോൾ ഇതിൻ്റെ വരുംവരായികൾ അവരൊന്നും ആലോചിക്കുന്നില്ല. ഈവൻ ചെറിയ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ പോലും ഇപ്പോൾ ഏർലി സ്റ്റേജസ് ഓഫ് ഈവൻ നമ്മുടെ കിഡ്നിയുടെ വശം പറയുകയാണെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള ഒരു ക്രിയാറ്റിനിൽ ചെറിയ മാറ്റങ്ങളുള്ള ആൾ അല്ലെങ്കിൽ ഏർലി ഡയബറ്റീസ് ഉള്ള ഒരാൾ, ആൾക്ക് ഈ കീറ്റോ ഡയറ്റ് മാത്രമായിട്ട് മുമ്പോട്ട് പോകാന്ന് പറഞ്ഞാൽ അത് കിഡ്നിയുടെ പ്രവർത്തനത്തിന് ബാധിക്കാം. ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുന്നത് കിഡ്നിക്ക് നല്ലതല്ല. ഒരു കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ അയാൾ എന്തെല്ലാം മുൻകരുതൽ എടുക്കേണ്ടി വരും? പ്രധാനമായിട്ടും ആൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ കാര്യമായിട്ട് ഇതുപോലുള്ള എന്താ പറയുക ഓർഗൻ ഡാമേജുകൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഡയബറ്റീസ്, ഹൈപ്പർടെൻഷൻ പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് ഈ ഡയറ്റ് എടുക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ എന്നാൽ പോലും നമ്മളൊരു
പ്രോപ്പർലി നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രീഷനിസ്റ്റ് ആണെങ്കിൽ പോലും അത് സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റിന്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പലതരത്തിലുള്ള രീതികളുണ്ട്. ഇപ്പൊ ഡയറ്റ് കീറ്റോ ഡയറ്റ് മാത്രമല്ല, ഇപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറ്റ് ഉണ്ട്. അതായത് ഒരു 14-16 മണിക്കൂറോളം ഫാസ്റ്റ് ചെയ്യുന്നു, ബാക്കി 8 മണിക്കൂറോ 6 മണിക്കൂറോ മാത്രം ഭക്ഷണം കഴിക്കുന്ന രീതി. അത് നമ്മൾ ഡോക്ടേഴ്സ് അടക്കം ചില പേഷ്യൻസ് നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏഴാമത്തെ ഇത് നമ്മളെ ക്ലിനിക്കൽ പെർഫ്യൂഷനിസ്റ്റ് ആയിരുന്ന നമ്മുടെ ഒരാളുടെ അയാൾ 3 വർഷം വെള്ളം മാത്രം കുടിച്ചാണ് ജീവിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജിലെ അദ്ദേഹത്തെ ഓർമ്മയില്ല, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആദ്യം വന്ന് നാരായണ ഹൃദയാലയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന സുരേന്ദ്രനാഥ്, KV സുരേന്ദ്രനാഥ്, അദ്ദേഹം 3 വർഷം വെറും വെള്ളം മാത്രമാണ് കുടിച്ചിരുന്നത്. ഈ ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനും ഒരു സയന്റിഫിക് ബേസ്. ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഡയറ്റാണ്. നമുക്ക് ജീവിക്കാനുള്ള എനർജി കിട്ടുന്നത് നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ്. അപ്പം നമുക്കത് ഒഴിവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അതിന് സയന്റിഫിക് അല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥമില്ല. മറ്റു അസുഖങ്ങൾ വിളിച്ചു വരുത്തുള്ളൂ. നമ്മൾ ഏത് ഡയറ്റ് ഫോളോ ചെയ്യുമ്പോഴും അത് സയന്റിഫിക് ആയിരിക്കണം, അതിന് പ്രോപ്പർ സപ്പോർട്ട് ഉണ്ടാവണം, പ്രോപ്പർ ഡയറ്റീഷ്യൻ്റെയോ ഡോക്ടറുടെയോ ഒരു ഹെൽപ്പ് ഉണ്ടാവണം. അല്ലാതെ നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഡയറ്റ്, അത് ഒരാൾക്ക് ചേരാത്ത രീതിയിലുള്ള ഡയറ്റ് കഴിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളിലേക്ക് അതൊരു മാനസിക രോഗ അവസ്ഥയിലേക്ക് മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. ഡോക്ടർ അക്ബർ, ഈ ഇതിൻ്റെ കാര്യം പറയുമ്പോൾ, യൂറോളജിയുടെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ആളുകൾ കൂടുതലും ഈ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ടാബ്ലറ്റുകൾ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ ബയാഗ്രകൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. പല രീതിയിലുള്ള ടാബ്ലറ്റുകൾ യങ്സ്റ്റേഴ്സ് വരെ വലിയ രീതിയിൽ വാങ്ങി കഴിക്കുന്നതായിട്ടുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്? ആ ഗുളികകളുടെയൊക്കെ ഒരു വിശ്വാസ്യത എത്രമാത്രം? മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്ത് മരുന്നും, ഇത് മാത്രമല്ല, സെക്സ് റിലേറ്റഡ് മാത്രമല്ല, ഏത് മരുന്നാണെങ്കിലും ഒരു പ്രോപ്പർ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങരുത്. ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് എന്ന് പറയും, അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വാങ്ങുന്ന മരുന്നുകൾ. അപ്പോൾ അത് ചില മരുന്നുകൾ അതിന് അലൗഡാണ്, ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് ആയിട്ട് വാങ്ങാവുന്നത്. അതിൻ്റെ അങ്ങ് അപ്പുറത്തോട്ടുള്ള എല്ലാ മരുന്നുകളും വിത്തൗട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ വാങ്ങരുത്. ഈ വയാഗ്ര എന്ന് പറയുന്നത് ഒരു വിദേശ സാധനമാണല്ലോ ശരിക്കും, അവിടെയല്ലേ ആദ്യം ഇത്? എല്ലാം വിദേശത്ത് തന്നെയാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. വയാഗ്ര ഇന്ത്യൻ മാർക്കറ്റിൽ വയാഗ്ര അവൈലബിൾ ആണോ? അതിന് അതോറിറ്റി ഉണ്ടോ ശരിക്കും? അതോറിറ്റി ഉണ്ട്. അതൊരു പ്രോപ്പർ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർ മെഡിസിൻ തന്നെയാണത്. പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡ്രഗ് മെഡിസിൻ തന്നെയാണ്. അതെ. അത് ഈ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനം. ഇപ്പം സ്വന്തം എന്താണ് സാർ പറഞ്ഞത്? അത് ഒന്ന് ഇടപെട്ട് ഈ നമ്മുടെ ലൈംഗിക രോഗ ചികിത്സയുടെ കാര്യത്തിൽ വലിയൊരു വിപ്ലവമാണ് വയാഗ്ര എന്ന് പറയുന്ന സിൽഡനാഫിൽ എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സിൽഡനാഫിലുണ്ട്, ടെഡലാഫിലുണ്ട്, 2-3 ഈ ഗ്രൂപ്പ് പെട്ട മരുന്നുകൾ. നമ്മളെ നെറ്റിലൊക്കെ ടെഡാഫിൽ എന്ന് പറഞ്ഞൊരു സാധനം ഉദ്ദേശിക്കുന്ന വയാഗ്ര സാർ പറഞ്ഞ പോലെ സിൽഡനാഫിൽ. അതിന്റെ പുതിയതായിട്ടുള്ള പല മോളിക്യൂൾസ് ആണ്. ഒരേ സാധനം തന്നെ, പേര് മാറുന്നു അല്ല, ഒരേ സാധനമല്ല, ഒരേ ഫാമിലിയാണ്, ഒരേ കുടുംബമാണ്, പക്ഷെ വേറെ വേറെ പുതിയ ജനറേഷൻ ബ്രാൻഡ്, പുതിയ ജനറേഷൻ, പുതിയ സേഫർ ആയിട്ടുള്ള മരുന്നുകളാണ് ടെഡലാഫ്. അത് ഒരിക്കലും ഒരു വ്യാജ മരുന്നോ ഒരു അപകട മരുന്നോ ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. ഞാനിവിടെ 25 കൊല്ലത്തിലധികം പ്രാക്ടീസ് ചെയ്യുന്നത്. ആദ്യത്തെ 2-3 കൊല്ലം ഇത് ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഇതിവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയത്. അതിനു മുമ്പ് വരെ ഇരുട്ടിത്തപ്പിക്കൊണ്ടാണ് ഈ ലൈംഗിക അസുഖം ബാധിച്ചവർ, അതായത് ഉദ്ധാരണക്കുറവുള്ളവരെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് വന്ന വലിയൊരു വിപ്ലവവും ഒരു വരദാനവുമായിട്ടാണ് ഞാനത് കണക്കാക്കുന്നത്. അല്ലാതെ അതൊരു അപകട മരുന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഡോക്ടർ പറഞ്ഞതിന് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായ രോഗനിർണയവും ചികിത്സയും ഒരു ഡോക്ടറെ അടുത്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. എന്നിട്ട് ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. തോന്നിയ വിലക്ക് ഇത് വാങ്ങിക്കാം. അത്രയും. ഒരു കാര്യം ഡോക്ടർ പ്രദീപിനോട് ചോദിച്ചോട്ടെ. ഇപ്പം ഞാൻ ഈ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്, നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഭക്ഷണം അതൊക്കെ രുചി, പണ്ട് നമ്മൾ വിശപ്പകറ്റാൻ മാത്രം കഴിച്ചിരുന്ന ഒരു സാധനം, കപ്പയും ചേമ്പും ചേനയും അങ്ങനെ കാട്ട് ഇതൊക്കെ കൂട്ടി കുറച്ച് ചോറിൽ നിന്ന് ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്ന് ഇന്ന് പൈസ ഇഷ്ടം പോലെ രുചിയുടെ ഒരു ലോകം തുറന്നിരിക്കുക. ഇപ്പം ഹോട്ടലുകളിൽ ആളുകൾ ക്യൂ നിന്നിട്ടാണ് വെറൈറ്റി ഫുഡ് കഴിക്കാൻ. നമ്മൾ പല ഹോട്ടൽ, കണ്ണൂരൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ ഒതേനൻ്റെ ഹോട്ടലും അതുപോലെ ആനന്ദഭവനും, കണ്ണൂരിൽ പോയ തലശ്ശേരി പോയ നാഷണൽ, ഈ ഹോട്ടലൊക്കെ ആൾ ക്യൂ ആണ്. പൊരിച്ചതും കരിച്ചതും ആട്ടിൻ തലയും ആട്ടിൻ ലിവറും ആട്ടിൻ മുട്ടയും ഒക്കെ കഴിക്കാനായിട്ട് കാത്തിക്കുന്നത്. ഈ ഭക്ഷണത്തോടുള്ള ഈ ഒരു ശരിക്കും പറഞ്ഞൊരു ആർത്തിയാണ്. ഇപ്പം അത് ഞാൻ ഉൾപ്പെടെ ആർത്തിയുടെ ഒരു ഇരയാണ്. കാരണം ഞാൻ പലപ്പോഴും ഈ പറയുന്ന ആനന്ദഭവനിലും ഒണ്ടേ റോഡിലൊക്കെ പോയി നോക്കുമ്പോൾ സ്ത്രീകളും കുടുംബങ്ങളും മുഴുവൻ അടുക്കള കൂട്ടിയിട്ട് വന്നിരിക്കുക. നമ്മളൊക്കെ കുറേ സമയം നിന്നാലും അവർക്ക് കിട്ടുക. ആ ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കും? അതിൻ്റെ ഒരു സ്വഭാവം എന്താണ്? നമ്മുടെ വൃക്കരോഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഇത് ക്ലിയർ ചെയ്യേണ്ട പണി അയാൾക്കാണല്ലോ. അതെ, അയാളുടെ പ്രശ്നമാണല്ലോ അത്. അതിൽ മെയിനായിട്ട് ഒന്ന് ഈ
നമ്മുടെ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള അല്ലെങ്കിൽ നോൺ വെജ് ഫുഡിൻ്റെ അകത്ത് പ്രോട്ടീൻ്റെ അളവ് കൂടുതലായിരിക്കും. പ്രോട്ടീൻ കൂടുതൽ വരുമ്പം ആ പ്രോട്ടീനെ ഫിൽട്ടർ ചെയ്യാന്നുള്ള ഒരു അതിനെ മെറ്റബോളൈസ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്ക്രീഷൻ നടത്തേണ്ട ഒരു ഫംഗ്ഷൻ കിഡ്നിക്കുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുമ്പോൾ കിഡ്നിയിലേക്ക് രക്തോട്ടത്തിൻ്റെ അളവ് കുറച്ചുകൂടി കൂടുകയും കിഡ്നിയുടെ ഫിൽട്ടറുകൾക്ക് കൂടുതലായിട്ട് ഒരു അങ്ങനെ കാലക്രമേണ യൂറിനിലെ പ്രോട്ടീൻ വരിക, കിഡ്നി ഫംഗ്ഷൻ കാലക്രമേണ മോശമാവാൻ ഒരു ചാൻസ് ആണ്. അപ്പൊ സ്ഥിരമായി ആർത്തി കൊണ്ട് ഇതൊന്നും കഴിക്കേണ്ടെന്ന് ചുരുക്കം. അത് മാത്രമല്ല, നമ്മുടെ ഹോട്ടൽ ഭക്ഷണത്തിൽ പുതിയ ഉപ്പിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഉപ്പ് കൂടുമ്പം രക്തസമ്മർദ്ദം, യൂറിന് പ്രോട്ടീൻ പോവുക, ഹാർട്ടിൻ്റെ അസുഖമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. മൂന്നാമത് യൂറിക് ആസിഡ്. എല്ലാ നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിനും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ കിഡ്നി സ്റ്റോൺ, യൂറിക് ആസിഡിനുള്ള കിഡ്നി പ്രശ്നങ്ങൾ, രക്തക്കൊഴലുകൾക്ക് അസുഖം വരിക, ഇതൊക്കെ യൂറിക് ആസിഡ് കൂടുമ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. നാലാമത് ഫോസ്ഫറസ് എന്ന് പറഞ്ഞൊരു ലവണം. അത് കിഡ്നി വഴി പോകുന്ന ഒരു സാധനം. പക്ഷെ കിഡ്നിക്ക് ചെറിയ അസുഖങ്ങൾക്കുള്ള ആളാണെങ്കിൽ ഈ ഫോസ്ഫറസ് അധികമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അത് പിന്നെയും കിഡ്നി അസുഖത്തിന് മോശമാക്കാൻ സാധിക്കും. അപ്പം അങ്ങനെ പല കാരണങ്ങളോട് നോക്കുകയാണെങ്കിൽ ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കിഡ്നി അസുഖത്തിന് അത്ര നല്ലതല്ല. സ്ഥിരമായി ഇത് കഴിക്കുന്നത് ഗുണം ചെയ്യില്ല. പക്ഷെ അത് മെയിനായിട്ട് വരുന്ന റെഡ് മീറ്റ് എന്ന് പറയുന്ന മട്ടൻ, ബീഫ്, പോർക്ക്. ആട്ടിൻതലയൊക്കെ അങ്ങനെ തന്നെ. ആട്ടിൻ തല, ആടിന്റെ തലച്ചോറ്, ആടിന്റെ ലിവർ, മീനിന്റെ തല, മീനിന്റെ തലച്ചോറ്, അല്ല മീനിന്റെ പാർട്സ് എന്നൊക്കെ പറഞ്ഞ് ചിക്കൻ പാർട്സ് എന്നിങ്ങനെ സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ വെറൈറ്റി ആയിട്ട് വരുന്നത്. സ്ഥിരമായിട്ട് കഴിക്കുന്നത് അപകടം ചെയ്യും. ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ആഴ്ചയിൽ എത്ര ഗുണം കഴിക്കാന്ന് പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? നോൺ വെജിറ്റേറിയൻ എല്ലാ ദിവസവും കഴിക്കാം. പക്ഷെ നമ്മൾ ഈ ലീൻ മീറ്റ്, അതായത് ചിക്കൻ അളവ് കുറച്ച് കഴിക്കുക, ഫിഷ് കഴിക്കുക, എഗ്ഗ്, അതെല്ലാം കുറച്ചുകൂടെ മട്ടനും ബീഫും അതൊക്കെ ലിമിറ്റ് ചെയ്യാം. ഒഴിവാക്കണം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ലിമിറ്റ്. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം താങ്കളോട് ചോദിച്ച് നമുക്ക് നിർത്താം, സമയം തീരുകയാണ്. ഈ കിഡ്നി പോലുള്ള അതിൻ്റെ ദാതാക്കൾ എപ്പോഴും ഒരു ആശങ്കയിലാണ്. ഇത് കൊടുത്താൽ അപകടത്തിലാവോ, അങ്ങനെയൊക്കെ അവരോടൊക്കെ എന്താ പറയാനുള്ളത് താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്? അത് നമ്മൾ ഇപ്പോൾ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ വൃക്ക കിട്ടുന്ന ആളിനെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധിക്കുക കൊടുക്കുന്നയാളെ. അല്ല, അവർ ഒരു രോഗം ഇല്ലാത്ത ഒരാൾ വേറൊരാൾക്ക് വേണ്ടി ഒരു കിഡ്നി കൊടുക്കുമ്പം അവർക്ക് ഒരു കുഴപ്പം വരാൻ പാടില്ല എന്ന് നമ്മളെല്ലാ ടെസ്റ്റും ചെയ്ത് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളവരെ റിജക്റ്റ് ചെയ്യും. നമ്മളത് എടുക്കുകയില്ല. എന്നുവെച്ചാൽ അവർക്ക് മുന്നോട്ട് എന്തെങ്കിലും തകരാറ് വരുമെന്ന് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഡൊണേഴ്സിനെ കിട്ടാത്തത്. ഇപ്പം അതുകൊണ്ട് അവർക്ക് കിഡ്നി ദാനം ചെയ്തയാൾക്ക് ആ ഒരു കിഡ്നി പോയത് കൊണ്ട് മാത്രം ഒരു കുഴപ്പവും വരികയില്ല. നമ്മളത് ഒരുപാട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഉപദേശിച്ച് കൊടുക്കുകയും ചെയ്യും. കൃത്യമായി അവർ നമ്മൾ ഒരു ചോദ്യം കൂടി ചോദിച്ചേക്കാം. നമ്മുടെ ഈ അവയവദാനത്തെ കുറിച്ച് താങ്കൾക്ക് സമൂഹത്തിന് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്? താങ്കളൊരു സീനിയർ കൺസൾട്ടന്റ് എന്ന നിലയ്ക്ക് താങ്കൾ പറയാൻ കഴിയും. അവയവദാനം വളരെ ലളിതമായ ഭാഷയിൽ കേട്ടാൽ തോന്നുന്നു എൻ്റെ ഒരു അവയവം കൊടുക്കാം, എനിക്കതിന് പറ്റിയാൽ എന്ന് തോന്നിയാൽ. അവയവദാനം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു മനുഷ്യജന്മത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. കാരണം ഒരു അവശത അനുഭവിക്കുന്ന, മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സഹജീവിയെ നമ്മുടെ ഒരു അവയവം കൊടുത്ത് രക്ഷിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളതിൽ കൂടുതൽ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു സംഭവവും ഈ ലോകത്തിൽ. നമുക്ക് കൊടുക്കാൻ പറ്റിയ അവയവങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കിഡ്നി തന്നെയാണ്. കാരണം പ്രകൃതി നമുക്ക് 2 അവയവം തന്നിട്ടുണ്ട്. ലിവർ കൊടുക്കാം, ലിവറിന്റെ ഒരു പാർട്ടേ നമ്മൾ കൊടുക്കുന്നുള്ളൂ നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ അവയവങ്ങൾ ബാക്കിയൊക്കെ മരണാനന്തരം കണ്ണായാലും ഹൃദയമായാലും ലങ്സ് ആയാലും അത് ഇപ്പോഴേ നമ്മൾ എഗ്രിമെന്റ് ആക്കിയാൽ അതെല്ലാം നമുക്ക് കൊടുക്കാം, അല്ലെ? ഉറപ്പായിട്ടും എല്ലാ മനുഷ്യരും അത് കൊടുക്കാൻ തയ്യാറായ മതി. അതെ അല്ലേ? അതെ, അതിന് ശ്രമിക്കണം, അതിനൊരു ശ്രമം ഉണ്ടാകണം. എന്തായാലും നമ്മുടെ സമയം തീരുകയാണ്. ഇത് ചർച്ച ചെയ്താൽ ചിലപ്പോൾ 1, 2, 3, 4 എപ്പിസോഡിൽ തീരില്ല. അത്ര നിഗൂഢമായ ഒരു സാധനമാണ് മനുഷ്യ ശരീരം. നമുക്ക് ഇനിയും പിടികിട്ടിയിട്ടില്ല. പണ്ടൊരു MBBS ഡോക്ടർ ഇതിനെല്ലാം ചികിത്സിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ പറയുന്ന ശാസ്ത്ര ശാഖകളൊക്കെ വളരുന്നതിന് മുമ്പ് നമ്മുടെ ഗ്രാമങ്ങളിൽ ഒരു MBBS ഡോക്ടറായിരുന്നു നെറുകം തല മുതൽ പെരുവിരൽ വരെ എല്ലാ അവയവങ്ങൾക്കും ചികിത്സ വെച്ചിരുന്നത്. ഇന്ന് മുടി മുതൽ നഖം വരെ എല്ലാത്തിനും ഡോക്ടേഴ്സാണ്. എല്ലാവരും അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത് വന്നിരിക്കുന്നു. നമ്മുടെ മനുഷ്യരെ എങ്ങനെ കൂടുതൽ കാലം ജീവിപ്പിക്കാം ആരോഗ്യത്തോടെ എന്ന കാര്യത്തിൽ കൂടുതൽ റിസർച്ച് നടക്കുകയാണ്. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് ആസ്റ്റർ മിംസ് എന്ന സ്ഥാപനം. ഈ സ്ഥാപനത്തിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഒരുങ്ങിയിരിക്കുകയാണ്. അതൊരു ഭാഗ്യമാണ്. കൂടുതൽ ട്രാൻസ്പ്ലാന്റ് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, കാരണം അത്രയും രോഗികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. 100 കണക്കിന് 1000 കണക്കിന് മനുഷ്യരാണ്
കിഡ്നിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് നമ്മളറിയുന്നവർ കൊടുക്കാൻ നല്ല ആരോഗ്യമുള്ളവർ അതിന് തയ്യാറാകുക. അവയവദാനം ഒരു മഹാദാനം തന്നെയാണ്. വലിയ മനസ്സ് നമുക്കുണ്ടാകണം. ഈ ചർച്ചകളൊക്കെ അതിനുപകരിക്കട്ടെ. നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ വളർന്നു വരാൻ ഈ എപ്പിസോഡ് ഉപകരിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തിരക്കിനിടയിൽ പങ്കെടുത്ത 5 ഡോക്ടേഴ്സിനും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.